गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम भृगुर्अत्रि वसिष्ठस्य विश्वकर्मा मयस्तदा तारदो नग्नजिच्चैव विशालाक्षः पुरन्दरः ब्रह्मविष्णुः शौनको गर्ग एव च वासुदेवो अनिरुद्धः बृहस्पति अष्टादशैद विख्यातः वास्तुशास्त्रोपदेशः। ठीक है, നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു. റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിവിഷനിൽ ആദ്യത്തെ ദിവസത്തെ റിവിഷനിൽ ഇത് നമ്മൾ പിന്നെ ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം അതൊക്കെ കണ്ടുപിടിക്കുന്നത് റിവൈസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന അളവ് തന്നു കഴിഞ്ഞാൽ ആ വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ പരമാവധി നീളവും പരമാവധി വീതിയും കണ്ടുപിടിക്കുന്നത് റിവൈസ് ചെയ്തു. അത് കഴിഞ്ഞ് സ്ഥാനം കാണുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. അത് അവസാനം നമ്മൾ എടുത്ത് ഏതാണ് സ്ഥാനം കാണുന്നത് കംപ്ലീറ്റ് ചെയ്തല്ലേ? ഹോംവർക്ക് വല്ലതും ഉണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ലല്ല, അല്ലേ, ഹോംവർക്ക് ഇല്ല. ഈ റിവിഷന് ഹോംവർക്ക് സാധാരണ ഇടാറില്ല. അപ്പം അത് ക്ലാസ്സിലേ ഉള്ളൂ. ഇപ്പോൾ റിവിഷനാണ്. അപ്പോൾ നമ്മൾ പരമാവധി നീളവും പരമാവധി വീതിയും റിവൈസ് ചെയ്തു. ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും റിവൈസ് ചെയ്തു. അതിന് സ്ഥാനം കാണുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ആരെങ്കിലും പറയാ ഓർമ്മയുള്ളത്? നോട്ട്ബുക്ക് നോക്കി അറിയാമല്ലോ, എന്തെങ്കിലും നോട്ട് ചെയ്തേക്കുമല്ലോ സ്ഥാനം കാണുന്നത്. ഹലോ, ആരും? ഹലോ, അവസാനം എടുത്ത് എവിടെയാണ്? പരമാവധി നീളവും പരമാവധി കാണാനുള്ള പഠിച്ചു കഴിഞ്ഞു. അത് റിവൈസ് ചെയ്തു. അത് പഠിച്ചത് നേരത്തെ പഠിച്ചു. റിവിഷനാണിത്. ഉത്തമ നീളം വീതി ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കൊള്ളായിരുന്നു. അല്ല, അതും റിവൈസ് ചെയ്താണ്. നമുക്ക് പരമാവധി നീളം പരമാവധി വീതി മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇല്ലല്ല, പരമാവധി നീളം പരമാവധി വീതി, ഉത്തമമായ നീളം ഉത്തമമായ വീതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ തുടങ്ങിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാനം അതും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിക്കോട്ടെ. ഇപ്പൊ ഈ ആയാദി ഷഡ്വർഗ്ഗങ്ങൾ പറഞ്ഞു. അത് ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണുന്നതാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല. ശരി ശരി, നോക്കാം. ഒരു സെക്കൻഡ്. ഞാൻ ഉത്തമമായ നീളം ഉത്തമമായി എടുക്കാം. പ്രസന്റ് ചെയ്യാം ആദ്യമായിട്ട്. ഇത് എടുത്തിട്ട് പ്രസന്റ് ചെയ്യാം.
ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, ഓർമ്മയുണ്ടോ? ഉത്തമമായ നീളവും ഉത്തമ വീതിയും 1979 സെന്റിമീറ്റർ നീളവും 1057 സെന്റിമീറ്റർ വീതിയുമുള്ള ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ് എഴുതിയല്ലോ. ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഉത്തമമായ നീളവും ഉത്തമ വീതി എടുത്തായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് പഠിപ്പിച്ചപ്പോ ചെയ്തതാണ്, റിവിഷൻ ചെയ്തില്ല. റിവിഷൻ ചെയ്തിട്ടില്ല. അപ്പൊ റിവിഷനിൽ നമുക്ക് ഇതിന്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. നോട്ടെ, ഈ ചോദ്യം ഇതും ക്ലാസ്സിൽ ചെയ്തതാണ്. ആരും ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടോ? എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്തോളുക. ഇതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. 3414 സെന്റിമീറ്റർ നീളവും 2838 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വാസ്തുമണ്ഡലത്തിൽ 1750 സ്ക്വയർ ഫീറ്റിൽ കൂടാതെയുള്ള തെക്കിനെയായുള്ള വീടിന് ഉത്തമമായ നീളവും വീതിയും കാണുക. നിങ്ങൾക്കെല്ലാം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ? കിട്ടി. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒക്കെ ചെയ്ത് നോക്കണം. അപ്പൊ സംശയമുള്ളതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ല വേറെ ഏതെങ്കിലും സംശയമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പൊ ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംശയം അത് ഇതുപോലെ പിന്നെ സ്ക്രീനിൽ കാണാൻ ഒക്കില്ല, കാരണം അതിന് ലോഡ് ചെയ്യേണ്ടി വരും. ഇത് സ്ക്രീനിൽ കണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് സ്ക്രീനിൽ കഴിഞ്ഞ് ഞാൻ കേട്ടെഴുതാനേ ഒക്കുള്ളൂ. അപ്പൊ ഇത് തന്നെ ചെയ്താകുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ലാപ്ടോപ്പിൽ തന്നെ ചെയ്ത ആൻസർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് എടുക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. എഴുതി തീർന്നില്ലെങ്കിൽ പറയാം. എഴുതി തീരാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വാസ്തുമണ്ഡലം എന്നാണ് തന്നിരിക്കുന്നത്. വാസ്തുമണ്ഡലത്തിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ഇത് വസ്തു എന്നാണെങ്കിൽ ചിലപ്പം ഇത്ര നീളം ഇത്ര വീതിയുമുള്ള ഒരു വസ്തുവിൽ എന്നാണ് തരുന്നതെങ്കിൽ അത് ചിലപ്പം ഉത്തമമായ അളവായിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വാസ്തുമണ്ഡലത്തിനെ കാണണം. ആ വസ്തുവിന്റെ നീളവും വീതിയും വെച്ച് പെരിമീറ്റർ കണ്ടിട്ട് അതിൽ കുറഞ്ഞ നമുക്ക് ഇപ്പൊ തെക്കിനിന്നാണ് ഈ വീട് തന്നേക്കുന്നത്. തെക്കിനിയായുള്ള വീടിന് ഏതൊക്കെ യോനിയാകാം നമുക്കറിയാം. അപ്പൊ അങ്ങനെ തെക്കിനിക്ക് അനുയോജ്യമായിട്ടുള്ള യോനിയിലുള്ള ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കണം, ഉത്തമമായ ചുറ്റളവ്. അതായത് വസ്തുവിന്റെ നീളവും വീതിയും തന്നിരുന്നാൽ നീളവും വീതിയോടെ കൂട്ടി രണ്ടുകൊണ്ട് ഗുണിക്കുമ്പോൾ വസ്തുവിന്റെ ചുറ്റളവ് കിട്ടും. ആ ചുറ്റളവിൽ കൂടാതെയുള്ള അതോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഉത്തമമായ ചുറ്റളവ് പിന്നെ തെക്കിനി ഏതാണ് വീടിന് പിന്നെ ഏത് ദിശയിലേക്കാണെന്നുള്ള തെക്കിനിയാണോ, തെക്കിനി, കിഴക്കിനി, വടക്കിനി, പടിഞ്ഞാറ്, ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അതിനനുയോജ്യമായിട്ടുള്ള ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ അത് വേണ്ട, കാരണം വാസ്തു മണ്ഡലം എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്തുവാണോ വാസ്തുമണ്ഡലമാണോ നോക്കണം. വാസ്തു മണ്ഡലം എന്നാ തന്നേക്കുന്നതെങ്കിൽ അതിന്റെ നീളവും വീതിയും നമുക്ക് മാറ്റാൻ ഒക്കില്ല. ഇനി എന്ത് നല്ലതായാലും മോശമായാലും ശരി, വാസ്തു മണ്ഡലം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ അത് ആ നീളവും വീതിയും തന്നെ നമ്മൾ എടുക്കണം. അതേസമയം പിന്നെ വസ്തു എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ വാസ്തുമണ്ഡലം കണ്ടുപിടിക്കണം. പക്ഷേ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണുന്നതിന് ശരിക്കും വാസ്തുമണ്ഡലത്തിന്റെ അളവ് വലിയ ആവശ്യമില്ല, സ്ക്വയർ ഫീറ്റ് മാത്രം മതി നമുക്ക്. സ്ക്വയർ ഫീറ്റ് വേണം, തെക്കിനി, വടക്കിനി, കിഴക്കിനി, പടിഞ്ഞാറിനി, ഇത് ഏതാണെന്നുള്ളത് വേണം. അപ്പൊ ഇവിടെ 1750 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ നീളം. അതിൽ കൂടാതെ ഉള്ളതെന്നാണ്, അത് ശ്രദ്ധിച്ചോണം. 1750 സ്ക്വയർ ഫീറ്റിൽ കൂടാതെ ഉള്ളതെന്നായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറയാതെ ഉള്ളതെന്നായിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, കാരണം രണ്ടും ആൻസർ വ്യത്യാസം വരും. അപ്പൊ 1750 കുറയാതെ ഉള്ളതെന്നാണെങ്കിൽ അതിൽ കൂടുതൽ ആയിരിക്കണം. 1750 അതിൽ കൂടുതലോ ആയിരിക്കണം. അല്ലെ 1750 കൂടാതെ ഉള്ളതാണെങ്കിൽ 1750 അതിൽ കുറവായിരിക്കണം സ്ക്വയർ ഫീറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മള് പിന്നെ ഇത് കണ്ടിട്ട് കൈക്കണക്ക് പട്ടിക നോക്കുമ്പോൾ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ കൂടിയത് നോക്കണോ അല്ലെങ്കിൽ കുറഞ്ഞ നോക്കണോ എന്നുള്ള അങ്ങനെ വേണം തീരുമാനിക്കാം. അപ്പൊ ഇവിടെ കൂടാതെ ഉള്ളതെന്നാണ്. അപ്പൊ നമ്മൾ ഇനി അപ്പം ഇത് നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം റിവിഷനാണ്, ക്ലാസ് ആദ്യം എടുക്കുന്നത് പോലെ അത്ര എടുക്കാവുള്ളൂ. നമുക്കറിയാം പിന്നെ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ നീളം ഗുണം വീതിയാണ്, L/B ആണ് ഏരിയ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഏരിയ സമം L/B. സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ഹൗസ്,
സ്മോൾ ലെറ്റർ എൽ മൾട്ടിപ്ലൈഡ് ബൈ സ്മോൾ ലെറ്റർ ബി. അതായത് വീടിന്റെ നീളത്തിലെ വീടിന്റെ വീതി കൊണ്ട് ഗുണിക്കുമ്പോൾ വീടിന്റെ വിസ്തീർണം കിട്ടും. ഇത് 1750 കൂടാൻ പാടുള്ളത് തന്നിട്ടുണ്ട് ക്വസ്റ്റില്. അപ്പൊ അത് നമുക്ക് 1750 എടുക്കാം. എന്നിട്ട് നമ്മൾ കൈക്കണക്ക് പട്ടിക നോക്കുമ്പോൾ ഇത് താഴോട്ടുള്ള എടുക്കണം. കാരണം ഇതിന് മുകളിലോട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ 1750 സ്ക്വയർ ഫീറ്റിൽ കുറയാതെ ഉള്ള എന്നുള്ളതിനാണ് അങ്ങനെ എടുക്കേണ്ടത്. ഇത് കൂടാതെ ഉള്ള എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇവിടെ ഇപ്പോൾ 1750 സ്ക്വയർ ഫീറ്റ് കിട്ടി L/B. ഇപ്പൊ ഇവിടെ നമ്മൾ എൽ എന്ന് പറയുന്നത് വീടിന്റെ നീളവും ബി എന്ന് പറയുന്നത് രണ്ട് സ്മോൾ ലെറ്റർ, ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആകുമ്പോൾ വീടിന്റെയാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം പ്ലോട്ട് അല്ലെങ്കിൽ വസ്തുവിന്റെയാണ്. അത് നമ്മൾ നേരത്തെ നമുക്കറിയാം. അപ്പൊ സ്മോൾ ലെറ്റർ എൽ ഇൻറ്റു സ്മോൾ ലെറ്റർ ബി, വീടിന്റെ നീളത്തെ വീടിന്റെ വീതി കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ ഏറ്റവും ഉത്തമമായ അളവെന്ന് പറയുന്നത് വീതിയുടെ 1.25 ഇരട്ടി നീളം വേണം. പാദാധികം നമ്മൾ പഠിച്ചാണ്. പാദാധികം എന്ന് പറഞ്ഞാൽ വീതിയുടെ 1.25 ഇരട്ടി നീളം വേണം. അപ്പൊ ഈ എല്ലിന് പകരം നമുക്ക് 1.25 ഇൻറ്റു ബി എന്ന് എഴുതാം. എൽ എന്നുള്ളൊരു പകരം 1.25 ഇൻറ്റു ബി, പിന്നെ ഒരു ഇൻറ്റു ബി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അവിടെ 1.25 ഇൻറ്റു ബി എന്ന് വരും. ആ എല്ലിന് പകരമാണ് അതായത് വാസ്തുപ്രകാരം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വീടിന്റെ 1.25 ഇരട്ടി നീളം വരുന്നതാണ് ഏറ്റവും നല്ലത്, പാദാധികത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലിന് പകരം 1.25 ഇൻറ്റു ബി എന്ന് എഴുതി. പിന്നെ ഇൻറ്റു ബി നേരത്തെ ഉള്ള അതും എഴുതി. ഇത് 1750 ആണ്. ഏതെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അപ്പൊ ഇവിടെ ബി ഇൻറ്റു ബി നമുക്കറിയാം ബി സ്ക്വയർ ആണ്. അപ്പൊ 1.25 ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു 1750 എന്നായിരിക്കും അടുത്ത സ്റ്റെപ്പ്. എഴുതിക്കോണം ഇത് കൂടെ. 1.25 ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു 1750. ഇതെല്ലാവർക്കും ക്ലിയർ ആയി നിൽക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം 1.25 തന്നെയാണോ വരിക? എല്ലാം 1.25 തന്നെയാണോ വരിക? ഏറ്റവും നല്ലത് നമ്മൾ കൊടുക്കുകയല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ട് കൊടുക്കാൻ നോക്കണം. പക്ഷെ കറക്റ്റ് 1.25 ആയിരിക്കില്ല ചെയ്തു വരുമ്പോൾ. ഉത്തമമായിരിക്കണം എന്നില്ല. നമ്മൾ 1.25 എന്ന് കൊടുത്ത് ചെയ്യണം. അതാണ് ഏറ്റവും ഉത്തമം. വീതിയുടെ 1.25 ഇരട്ടിയാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലിന് പകരം 1.25 ബി തന്നെ ഇട്ടാണ് ചെയ്യേണ്ടത്. ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ 1.25 ആയിരിക്കില്ല, 1.3 അല്ലെങ്കിൽ 1.4 ഒക്കെ ആയെന്ന് വരും ചെയ്തു വരുമ്പോൾ കറക്റ്റായിട്ട്. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഉത്തമം തന്നെ കൊടുക്കണം, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പൊ 1.25 ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു 1750. ഇതുപോലെ ആർക്കും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മ്യൂട്ട് ചെയ്യുക. അപ്പൊ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാം 1750 ഡിവൈഡഡ് ബൈ 1.25 ആണ് ബി സ്ക്വയർ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ബി സ്ക്വയർ ഈക്വൽ ടു 1750 ഡിവൈഡഡ് ബൈ 1.25. അത് എത്ര വരും നോക്കുക. എല്ലാവരും നോക്കുക. 1.25 അല്ല 1750 ഡിവൈഡഡ് ബൈ 1.25. 1750 1.25 കൊണ്ട് എത്ര കിട്ടും? 1400. 1400. അപ്പം ബി സ്ക്വയർ ഈക്വൽ ടു 1400 എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് ബി കണ്ടുപിടിക്കാം. ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1400. അവർക്ക് സംശയമില്ല. ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1400. അത് കണ്ടുപിടിക്കുക. 1400 സ്ക്വയർ ഫുട്ട് കണ്ടുപിടിക്കുക. 37.42. 37.42 അടിയാണത്. അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യണം. അടിയാണ്. കാരണം സ്ക്വയർ ഫീറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് റൂട്ട് കാണുമ്പോൾ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിച്ചു? കേട്ടില്ല. സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിച്ചു? 1400. സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്ററിലുണ്ട്. സ്ക്വയർ റൂട്ട് കിടപ്പുണ്ട് കാൽക്കുലേറ്ററിൽ. അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതില്ലാണ്ട് വേറെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല, കാൽക്കുലേറ്റർ വേണമല്ലോ നമുക്ക്. കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യണം. കാൽക്കുലേറ്റർ ഞാൻ ആദ്യം പറഞ്ഞാൽ എല്ലാവരും കാൽക്കുലേറ്റർ കൊണ്ടുവരണം ക്ലാസ്സിൽ. കാൽക്കുലേറ്റർ മസ്റ്റാണ്. മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും ഫോൺ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമയം കൂടുതലെടുക്കും. ഫോണിലെ പിന്നെ കാൽക്കുലേറ്ററിന്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ അതിലും എടുക്കാൻ പറ്റും. പക്ഷെ ചിലതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇടും, ചിലതിനകത്ത് അതിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഓരോ കാൽക്കുലേറ്റർ ഓരോ വിധത്തിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് അതും സയന്റിഫിക് കാൽക്കുലേറ്റർ ആയിരിക്കണം. സയന്റിഫിക് കാൽക്കുലേറ്റർ ഇതുപോലത്തെ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ കാസിയോയുടെയോ മറ്റോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം കാൽക്കുലേറ്ററിൽ കൊണ്ടുവരണം, പിന്നെ ചെയ്യണം. അപ്പൊ അതൊക്കെ സമയം കൂടുതലെടുക്കും. പരീക്ഷയ്ക്ക് സമയം വളരെ ക്രിട്ടിക്കലാണ്. കറക്റ്റ് ടൈമിന് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ തന്നെ ഉപയോഗിക്കണം. കാൽക്കുലേറ്റർ ആകുമ്പോൾ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1437.42 ഫീറ്റ് വരും. നമ്മൾ സെന്റിമീറ്റർ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ സെന്റിമീറ്റർ ആക്കണം. സെന്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യും? അതിന് പറയാമോ? അടിയെ സെന്റിമീറ്റർ
30.48 മൾട്ടിപ്ലൈ ആണ്. 30. അതായത് 30.48 സെന്റിമീറ്റർ ആണ് ഒരടി. അപ്പൊ 37.42 അടിയെ സെന്റിമീറ്റർ ആക്കാൻ 37.42 മൾട്ടിപ്ലൈഡ് ബൈ 30.48 അത്രയും സെന്റിമീറ്റർ വരും. അപ്പൊ അതിന്റെ ആൻസർ എത്ര നോക്കണം അത് ഗുണിക്കുമ്പോൾ. എല്ലാം ഒരേ മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 1140.56 സെന്റിമീറ്റർ. അപ്പം 1140.56 സെന്റിമീറ്റർ നേടും ബി, സ്മോൾ ലെറ്റർ ബി, വീതി, വീടിന്റെ വീതി. പക്ഷെ അത് ഉത്തമമാണെന്നില്ല, അതിന് ഉത്തമത്തിലേക്ക് നമുക്ക് വരണം. അപ്പൊ ഇതിപ്പം ബി ആണെങ്കിൽ നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ 1.25 ഇൻറ്റു ബി ആണ്. അപ്പൊ അങ്ങനെ എൽ കണ്ടുപിടിക്കുക. ഇതിപ്പോ വീതിയാണ് 1140.56. നീളം എന്ന് പറഞ്ഞാൽ വീതിയുടെ 1.25 ഇരട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പം എൽ ഈക്വൽ ടു 1.25 ഇൻറ്റു ബി. അപ്പോൾ 1140.56 1.25 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എൽ കിട്ടും. സമം 1.25 ഇൻറ്റു ബിക്ക് വരെ 1140.56. അപ്പൊ എത്ര കിട്ടും? 1425. 1425.7 ഉണ്ട്. 1425.7 സെന്റിമീറ്റർ ആണ് എൽ. അപ്പൊ നമുക്കൊരു ബിയും എല്ലും കിട്ടി. ഈ ബി എല്ലും വെച്ചുകൊണ്ട് നമ്മൾ, കാരണം ഇത് ഉത്തമമാണെന്നില്ല, ഇനി ഉത്തമത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ അതിന് ഈ ബി എല്ലും വെച്ചോണ്ടുള്ള ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കൂടെ കൂട്ടി രണ്ടുകൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പൊ 1425.7 1140.56 കൂട്ടിയിട്ട് ആ റിസൾട്ടിനെ രണ്ടുകൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് പി, സ്മാൾ പി അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടും. സ്മാൾ പി എന്ന് പറഞ്ഞാൽ വീടിന്റെ പെരിമീറ്റർ, വീടിന്റെ ചുറ്റളവ്. എൽ പ്ലസ് ബി ഇൻറ്റു 2, നീളവും വീതിയും കൂടെ കൂട്ടി അതിനെ രണ്ടുകൊണ്ട് ഗുണിക്കണം. ബ്രാക്കറ്റ് ഇടുന്നത് രണ്ടുകൂടെ കൂട്ടി അതിന്റെ റിസൾട്ടിനെ രണ്ടുകൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 5132.52 സെന്റിമീറ്റർ. എപ്പോഴും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. എപ്പോഴും വാസ്തുവിൽ ഏത് കണക്ക് ചെയ്യുമ്പോഴും ഡെസിമൽ 2 സ്ഥാനം വേണം. 3 സ്ഥാനം ഉണ്ടെങ്കിൽ മൂന്നാമത്തത് 5 കൂടുതലാണെങ്കിൽ രണ്ടാമത്തെ ഒന്നുകൂടെ കൂട്ടണം. 5 കുറവാണെങ്കിൽ വേണ്ട. 1425.7 പ്ലസ് 1140.56 ഇൻറ്റു 2. രണ്ടോ കൂടി രണ്ടുകൊണ്ട് കൂടിക്കണം. എത്ര കിട്ടും? ഒരു മിനിറ്റ് നോക്കാം. ഒരാൾ പറയാ ആര് എത്രയാണ്? ശരിയല്ലേ ഇപ്പൊ ആൻസർ ഇട്ടേക്കുന്നത്? സ്ക്രീനിൽ കിടപ്പുണ്ട് ആൻസർ. അത് ശരിയല്ലേ? 513.52. അല്ലല്ല, 510 1400 തന്നെ. 5132.52. ഓക്കെ ഓക്കെ. കാൽക്കുലേറ്റർ വെച്ച് പെട്ടെന്ന് ചെയ്യാം. ആരെങ്കിലും ഇത് ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ അടുത്ത ക്ലാസ്സിലെങ്കിലും അത് ഉപയോഗിക്കരുത്. ഇനിയെങ്കിലും കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യണം. അപ്പം പെരിമീറ്റർ പറഞ്ഞാൽ നീളവും വീതിയും കൂടെ കൂട്ടി രണ്ടുകൊണ്ട് ഗുണിക്കുക. 5132.52 സെന്റിമീറ്റർ പെരിമീറ്റർ കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് തെക്കിനിയാണ്. തെക്കിനിയായിട്ടുള്ള വീടിന് ഏതൊക്കെ യോനിയാകാം? സിംഹയോനിയും ധ്വജയോനിയാവാം. അതായത് സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവും. നമ്മളെല്ലാം പഠിച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ സിംഹയോനി അല്ലെങ്കിൽ ധ്വജയോനി, ഇത് രണ്ടുമേ ടെക്നിക്ക് ആകാവൂ. അപ്പൊ 5132.52 അല്ലെങ്കിൽ അതിൽ കുറവോ ഉള്ള സിംഹയോനി അല്ലെങ്കിൽ ധ്വജയോനിയിലെ ഉത്തമമായിട്ടുള്ള ഒരു അളവ് നമ്മൾ കൈക്കണക്ക് പട്ടിയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കുക. കൈക്കണക്ക് പട്ടി എടുത്തിട്ട് അതിൽ നിന്ന് 5132.52 കൂടാൻ പാടില്ല. ഒന്നുകിൽ അതോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ധ്വജയോനി അല്ലെങ്കിൽ സിംഹയോനി അല്ലെങ്കിൽ ധ്വജയോനിയിലുള്ള ഒരു അളവ്, ഉത്തമമായിട്ടുള്ള അളവ് നമ്മൾ കണ്ടുപിടിക്കുക. എല്ലാവർക്കും കിട്ടിയോ? അത് ആരെങ്കിലും ഇവിടെ കാണുന്ന നോക്കി എഴുതാൻ നിൽക്കരുത്. അത് വളരെ എളുപ്പമാണ്. ഇവിടെ ആരെങ്കിലും ഉത്തരം പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ്. പേജ് നമ്പർ 68 4824. അല്ലെ, ആ പേജ് നമ്പർ അവർ നോക്കി കണ്ടുപിടിക്കട്ടെ. ദയവായി പേജ് നമ്പർ ഒന്നും പറയാൻ പാടില്ല. അവർ കണ്ടുപിടിക്കട്ടെ. ശരി സാർ. പേജ് നമ്പറും എല്ലാം പറഞ്ഞ് ആൻസറും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കൂടെ പഠിക്കണ്ടേ? അപ്പൊ അവർക്ക് കൂടെ പഠിക്കണമെങ്കിൽ അവർ തന്നെ കണ്ടുപിടിക്കണം. കൈക്കണക്ക് പട്ടിയെ നോക്കി കണ്ടുപിടിക്കുക.
ഇതൊക്കെ ടേബിൾ നോക്കി കണ്ടുപിടിക്കാൻ കൂടെ അറിഞ്ഞിരിക്കണം. അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. 5132 താഴെയാണോ? 5132 താഴെയല്ലേ വേണ്ടത്? അതിൽ കൂടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യനിൽ 1750 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല. 1750 സ്ക്വയർ ഫീറ്റ് എന്നാണ് നമ്മൾ ഇതെടുത്തത്. ഇതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ 1750 സ്ക്വയർ ഫീറ്റ് കൂടിയ വീട് കിട്ടും. നമുക്കിപ്പോൾ 2000-3000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീട് വേണമെങ്കിൽ കിട്ടിയെന്ന് വരും. നമുക്ക് വേണ്ടത് ആവശ്യക്കാരന് വേണ്ട 1750 സ്ക്വയർ ഫീറ്റ് കൂടാതെ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കൂടുതൽ എടുക്കാൻ പോകില്ല. അപ്പൊ ഇതിൽ കുറവെടുക്കണം. അതേസമയം 1750 സ്ക്വയർ ഫീറ്റ് കുറയാതെയുള്ള എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5132 മുകളിലോട്ട് കൂടി എടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അതാ കൂടാതെയുള്ള അല്ലെങ്കിൽ കുറയാതെയുള്ള എന്നുള്ള ക്വസ്റ്റിനകത്ത് എഴുതിയേക്കും. അപ്പൊ എത്ര 5208 5208 കൂടുതലല്ലേ? അപ്പൊ 5208 എടുക്കുമ്പോ അങ്ങനെ സ്ക്വയർ ഫീറ്റ് കൂടുവല്ലേ? അപ്പൊ 5132 താഴണോ? കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കൂടിപ്പോ 1750 സ്ക്വയർ ഫീറ്റ് എന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇത്രയും സെന്റിമീറ്റർ കിട്ടിയ ചുറ്റളവ്. അപ്പൊ ഇതിൽ കൂടിയ ചുറ്റളവ് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കൂടും. അത് ധ്വജയോനി അല്ലെങ്കിൽ സിംഹയോനിയിൽ 5132 അതിൽ താഴെയുള്ള ചുറ്റളവ് അവസാനം ഉത്തമമായിട്ടുള്ള പെട്ടെന്ന് കണ്ടുപിടിക്കുക. 4824. എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് പറയണം. ആർക്കെങ്കിലും പുസ്തകം നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പറയണം. ഓക്കെ. അപ്പൊ നമുക്ക് ആരോ ഇട്ട് കഴിഞ്ഞാൽ ഫ്രം ദ ടേബിൾ എന്നുള്ള അർത്ഥമാണ്. അതായത് കൈക്കണക്ക് പട്ടികയിൽ നിന്നും ആണ് ആരോ. അതിൽ നിന്ന് കിട്ടുന്ന ഉത്തമമായ അളവ് 4824 സെന്റിമീറ്റർ. ധ്വജം ഉത്തമം. അപ്പൊ ഈ ഉത്തമമായ ചുറ്റളവ് നമ്മൾ വീടിന്റെ ചുറ്റളവായിട്ട് എടുക്കുക. 4824 സെന്റിമീറ്റർ ധ്വജം ഉത്തമം. ഇത് നമ്മൾ വീടിന്റെ ചുറ്റളവായിട്ട് എടുക്കുക. സർ, ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിൽ ഈ ആയം പ്രയോഗം നമ്മൾ എഴുതണോ? ആൻസറിൽ എഴുതേണ്ടതുണ്ടോ? ആയം പ്രയോഗം ഇതിനകത്ത് എഴുതാൻ ആവശ്യമില്ല. നമുക്ക് നോക്കണമെങ്കിൽ 4824 സെന്റിമീറ്റർ ചുറ്റളവിന്റെ ആയവും വ്യയവും ടേബിളിൽ തന്നെ കിടപ്പുണ്ട്. ഇതിൽ ഉത്തമം തന്നെയാണ്. പക്ഷെ അല്ല, നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോ, പരീക്ഷയ്ക്ക് വരുമ്പോ അത് എഴുതാനും വേണ്ടല്ലോ. അത് നമുക്ക് ആയാതി ഷഡ്വർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് വേണം. അത് പക്ഷെ ഇത് പുസ്തകത്തിൽ നോക്കി ചെയ്യാൻ നോക്കില്ല. കാരണം നമുക്ക് ഇതിലുള്ളത് ചിലപ്പോൾ ആയിരിക്കണം എന്നില്ല. ഈ പുസ്തകത്തിലുള്ളത് വന്നാലേ പുസ്തകത്തിൽ നോക്കി കണ്ടുപിടിക്കാൻ കൂടി. പുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും വരാം. ഇത് കിട്ടിയല്ലോ. ശരി ശരി. ആർക്കും സംശയം ഉണ്ടോ ഇത്രയും ചെയ്തല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പൊ 4824 സെന്റിമീറ്റർ നമ്മള് വീടിന്റെ ചുറ്റളവായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമ്മൾ പദയോനി തത്വം. ഇതുവരെ നമ്മൾ ഗുണാംശ തത്വം ഒക്കെ ചെയ്തു. ഇനി പദയോനി തത്വം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ എന്താ ഈ പദയോനി തത്വം? ആർക്കും പറയാമോ? എന്താണ് പദയോനി തത്വം അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ? ഇതൊക്കെ പഠിച്ചാണ്, നേരത്തെ പഠിച്ചത്. നമ്മൾ റിവിഷനാണ്. റിവിഷൻ നിങ്ങൾ നോക്കിക്കൊണ്ട് വരണം. എല്ലാവരും പുതിയ ആൾക്ക് പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചാൽ ശരിയാവില്ല. റിവിഷൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന് റിവൈസ് ചെയ്യുകയാണ്. അപ്പോൾ 4826 സെന്റിമീറ്റർ ധ്വജയോനി ഉത്തമം നമുക്ക് വീടിന്റെ ചുറ്റളവ് കിട്ടി. അത് ഈ പദയോനി തത്വം നമ്മൾ, അല്ലെങ്കിൽ പദയോനി പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും? 72 ഉണ്ട്. പദയോനി തത്വം എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ചോദിച്ചു. പദയോനി തത്വം എങ്ങനെ അപ്ലൈ ചെയ്യുന്നു? പദയോനി തത്വം എന്തുവാ പറയുന്നത്? പദയോനി തത്വം എന്താണ്? അല്ല, മെയിൻ 2 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണം ആണ് മെയിൻ ആയിട്ടുള്ളത്. അതാണ്. ആരും പറയാം. കോലങ്കലമാക്കിയിട്ട് പദയോനി പട്ടികയിൽ നിന്ന് ഉചിതമായ അളവെടുക്കണം. അങ്ങനെ പറഞ്ഞാൽ ഉചിതമായത് എന്ത്? ഉചിതമായ പദയോനി തത്വം എന്താണ്? പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ആ കണ്ടീഷൻ ഏത് വ്യവസ്ഥയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്? പദയോനി തത്വത്തിൽ ഏത് വ്യവസ്ഥയാണ് അപ്ലൈ ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് പ്രധാനം. ആർക്കെങ്കിലും പറയാമോ? പദയോനി തത്വം എന്നാൽ എന്ത്? 2 കണ്ടീഷനുണ്ട്. അതിൽ ഒരു കണ്ടീഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മറ്റേത് നോക്കിയാൽ നല്ലതാണ്. അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും പറയാമോ പദയോനി തത്വത്തിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻ, പ്രധാനപ്പെട്ട വ്യവസ്ഥ? അറിയില്ല. ആർക്കും അറിയില്ല. പഠിത്തം നോക്കുന്നില്ല. അതായത് ഇതൊക്കെ നേരത്തെ പഠിച്ചാണ്, റിവൈസ് ചെയ്യാണ്. ചുറ്റളവും നീളവും വീതിയും എല്ലാം ഒരേ യോനിയിൽ വരികയാണെങ്കിൽ
അങ്ങനെയുള്ള അങ്ങനെ ആ കണക്കനുസരിച്ച് വെക്കുന്ന വീട്ടിൽ താമസിക്കുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യവും ഉണ്ടാകും എന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ഏത് യോനിയിലാണോ ചുറ്റളവ് അതേ യോനിയിൽ തന്നെ നീളവും വീതിയും ഉണ്ടാവണം, വീടിന്റെ നീളവും വീതി. ഇപ്പൊ ഇവിടെ നമുക്ക് 48 24 ധ്വജയോനിയാണ്. ഇപ്പൊ ചുറ്റളവ് ഇവിടെ നമ്മൾ ധ്വജയോനിയിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ചേരുന്ന നീളവും വീതിയും ധ്വജയോനിയിൽ കാണണം. ധ്വജയോനിയിലുള്ള നീളവും ധ്വജയോനിയിലുള്ള വീതിയും കാണണം. ചുറ്റളവ് വരുമ്പോൾ 48 24 ആയിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയോ? അത് സംശയമുണ്ടോ? അത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അതായത് 48 27 ചുറ്റളവ് നമ്മുടെ വീടിന്റെ ചുറ്റളവായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ 48 27 വീടിന്റെ ചുറ്റളവായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ചുറ്റളവിലുള്ള നീളവും വീതിയും കാണണം. ഇത് ധ്വജയോനിയാണ് 48 27. അപ്പം നീളവും വീതിയും ചുറ്റളവും എല്ലാം ഒരേ യോനിയിൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഇത് ധ്വജയോനി ചുറ്റളവാകുമ്പോൾ നമ്മൾ നീളവും ധ്വജയോനി എടുക്കണം, വീതിയും ധ്വജയോനി എടുക്കണം. അതെങ്ങനെ എടുക്കുന്നാലും പറയാമോ? അപ്പൊ അതിന് നമ്മള് പിന്നെ ഈ കൈക്കണക്ക് പട്ടികയ്ക്ക് മുമ്പ് വേറൊരു പട്ടികയുണ്ട്. എന്താണ് ആ പട്ടിയുടെ പേര്? ആരും പറയാമോ? പതയോനി പട്ടിക. പതിയോനി കണക്കുകൾ അല്ലെങ്കിൽ പതിയോനി പട്ടിക എന്നും പറയാം. പതിയോനി കണക്കുകൾ അല്ലെങ്കിൽ പതിയോനി പട്ടിക. അപ്പൊ അതെടുക്കുക എല്ലാവരും. കൈക്കണക്ക് പട്ടികയ്ക്ക് മുമ്പാണ്, അതെടുക്കുക. പേജ് നമ്പർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, പുസ്തകം നോക്കിയിട്ട് എടുക്കുക. പതിയോനി കണക്കുകൾ എടുത്തോ എല്ലാവരും? ആർക്കെങ്കിലും എടുത്തില്ലെങ്കിൽ പറയുക. എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പേജ് നമ്പർ പറഞ്ഞുതരാം. പക്ഷെ പേജ് നമ്പർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കാരണം ഓരോന്നും പേജ് നമ്പർ പറഞ്ഞ് സ്പൂൺ ഫീഡിങ് ശരിയാവില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കണം. കിട്ടിയോ? അതുകൊണ്ട് കിട്ടാത്ത ആരിലുണ്ട് ഈ പതിയോനി കണക്കുകൾ ടേബിള്? കിട്ടാത്ത ആരിലുണ്ടെങ്കിൽ പറയാം. ആരുമില്ല. ഓക്കെ. അപ്പൊ ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ വെറുതെ മിണ്ടാതിരിക്കരുത്. കാരണം ഇതിനകത്ത് പറയുന്നത് യാതൊരു ഇല്ല, മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. വെറുതെ നമ്മള് ഞാൻ ഇപ്പൊ നോക്കി പറയും അല്ലെങ്കിൽ വേറെ ആൾ നോക്കി പറയും, അത് കേട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ നോക്കില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ 4827 ധ്വജയോനി ചുറ്റളവ് കിട്ടി. അപ്പൊ നമ്മള് ഇതിനകത്ത് പതിയോനി കണക്കുകൾ എടുക്കുക. ആ അല്ലെങ്കിൽ പതിയോനി പട്ടിക എന്നും പറയാം. അത് നോക്കുക. ധ്വജം സിംഹം എന്നൊക്കെ ആദ്യത്തെ പേജിൽ തന്നെ ധ്വജം സിംഹവും എല്ലാം കണ്ടല്ലോ. നമുക്കിവിടെ ധ്വജമാണ്. പക്ഷെ ഇതിനകത്ത് പുസ്തകത്തിൽ നോക്കുക എല്ലാം കോലങ്കുലം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കണമെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ കോലങ്കുലം ആക്കുന്നത്. അപ്പൊ ഈ 48 24 സെന്റിമീറ്ററിനെ കോലങ്കുലം ആക്കണം. അപ്പൊ 4827 സെന്റിമീറ്ററിന് എത്ര എത്ര അങ്കുലമാണെന്ന് കണ്ടുപിടിക്കുക. അത് 4827 കണ്ടുപിടിക്കണം എന്നില്ല. 4827 എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. ചുറ്റളവ് നമുക്ക് നീളവും വീതിയും കൂടെ കൂട്ടി രണ്ടും കൊണ്ട് ഗുണിക്കുന്നതാണ് ചുറ്റളവ്. കോലങ്കുലം ഇപ്പൊ ആക്കണ്ട, നീളവും വീതിയും കണ്ടുപിടിച്ചിട്ടാക്കാം. 4827 സെന്റിമീറ്റർ ചുറ്റളവാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കൂടെ കൂട്ടി രണ്ടും കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പം പിന്നെ നേരത്തെ നമ്മുടെ ചുറ്റളവ് 5132 സെന്റിമീറ്റർ ചുറ്റളവായിരുന്നപ്പോഴാണ് നീളവും വീതിയും 1140.56 സെന്റിമീറ്റർ വീതിയും 1425.7 സെന്റിമീറ്റർ നീളവും വന്നത് 5132.52 സെന്റിമീറ്റർ ചുറ്റളവായിരുന്നപ്പോഴാണ്. ആ ചുറ്റളവ് ഉത്തമമല്ല. അപ്പൊ അതിൽ താഴെയുള്ള ഉത്തമമായ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചു 48 24. അപ്പൊ ഈ ചുറ്റളവിന് അനുയോജ്യമായ നീളവും വീതിയും കണ്ടുപിടിക്കണം. ആ നീളവും വീതിയും എന്നിട്ട് നമ്മൾ ധ്വജയോനിയിൽ കൊണ്ടുവരണം. അപ്പൊ അതിന് നോക്കുക. അടുത്ത സ്റ്റെപ്പ് അപ്പൊ എഴുതേണ്ടത് L+B/2 ആണ് ചുറ്റളവ്. സമം 4824. കാരണം ചുറ്റളവാണ്. നീളവും വീതിയും കൂടെ കൂട്ടി രണ്ടും കൊണ്ട് കൂടിയതാണ് ചുറ്റളവ്. അത് നമ്മൾ 4827 കണ്ടുപിടിച്ചു, ഉത്തമമായ ചുറ്റളവ്. ഈ സ്റ്റെപ്പ് ആരും സംശയമില്ലല്ലോ. ഇനി ഇതിലും ആ എല്ലിന് പകരം 1.25 × B എന്ന് എഴുതാം. L+B എന്നുള്ള എല്ലിന് പകരം 1.25 × B. കാരണം പിന്നെ ഏറ്റവും ഉത്തമമായ നീളം എന്ന് പറഞ്ഞാൽ വീതിയുടെ 1.25 ഇരട്ടിയാണ്. വീടുകൾക്ക് ഏറ്റവും നല്ലത്, മനുഷ്യാലയങ്ങൾക്ക്. അപ്പൊ എല്ലിന് വരെ 1.25 B. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എല്ലിന് വരെ നമ്മൾ 1.25 B എന്ന് എഴുതും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതാം. ആ എല്ലിന് പകരം 1.25 × B എന്ന് എഴുതി. പിന്നെ +B അവിടെ നേരത്തെ കിടപ്പുണ്ട്, അത് ബ്രാക്കറ്റിനകത്ത്, ബ്രാക്കറ്റിന് വെളിയിൽ ×2. ഇതാണ് 4824. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി പോവാം. അപ്പൊ ഇവിടെ 1.25 B + B. 1.25 Bയും വെറും B എന്ന് വെച്ചാൽ 1 B ആണ്. B എന്ന് പറഞ്ഞാൽ 1 B. അപ്പൊ 1.25 Bയും 1 Bയും കൂടെ കൂട്ടുക. നമുക്കറിയാം 1.25 രൂപയും 1 രൂപയും കൂടെ കൂട്ടിയാൽ 2.25 രൂപ വരും. അതുപോലെ 1.25 Bയും 1 Bയും കൂടെ കൂട്ടുമ്പോൾ 2.25 B വരും. 1.25 Bയുടെ കൂടെ 1 B കൂട്ടുന്നു.
അപ്പൊ 2.25 ബി. അപ്പൊ ബ്രാക്കറ്റിനകത്തുള്ള 2.25 ബി എന്ന് വരും, വെളിയിൽ ഇൻറ്റു 2 എന്നും വരും. അപ്പൊ 2.25 ഇൻറ്റു ബി മൾട്ടിപ്ലൈഡ് കൂടി നേരത്തെ കിടപ്പുണ്ട്, അത് 4824. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 2.25 ഇൻറ്റു 2 അവിടെ ഇടതുവശം നോക്കുക. 2.25 ഇൻറ്റു 2 ആകുമ്പോൾ 4 വരും. അപ്പൊ 4.5 ഇൻറ്റു ബി എന്ന് വരും ഇടതുവശം. ഈക്വൽ ടുവിന്റെ ഇടതുവശത്ത് 4, 2.25 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4.5 കിട്ടും. അപ്പൊ 4.5 ഗുണം ബി എന്ന് വരും. 4.5 ഇൻറ്റു ബി സമം 4824. അതിൽ നിന്ന് ബി കണ്ടുപിടിക്കാം. ബി സമം 4824 ഡിവൈഡഡ് ബൈ 4.25. എത്ര നോക്കൂ? 4.5 അല്ലേ? 4.5 കണ്ടൂടെ? ശ്രീനി കണ്ടൂടെ? 1072. 1072 സെന്റിമീറ്റർ ബി. പക്ഷെ ഈ 1072 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ത്വരിയോനി ആകണമെന്നില്ല. അപ്പൊ ഇത് ത്വരിയോനിയിലുള്ള അളവ് എടുക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിയോനി പട്ടിക. പതിയോനി പട്ടികയിൽ ത്വരിയോനിയുടെ താഴെ ഉണ്ടോ നോക്കാം. അപ്പൊ അവിടെ കോലങ്കുലമാണ്. അപ്പൊ ഇതിൽ ഈ 1072 സെന്റിമീറ്റർ നമ്മൾ കോലങ്കുലം ആക്കണം. 1072 സെന്റിമീറ്ററിനെ കോലങ്കുലം ആക്കണം. അപ്പൊ എത്ര കോലം എത്ര അങ്കുലം? 14 കോൽ 21 അങ്കുലം. എല്ലാവർക്കും കിട്ടിയോ അത്? കിട്ടില്ല. അപ്പൊ ചെയ്ത് നോക്കൂ. 1072 സെന്റിമീറ്ററിനെ കോലങ്കുലം ആക്കൂ. ഒക്കെ പെട്ടെന്ന് ആക്കാൻ പറ്റണം, കാൽക്കുലേറ്റർ വെച്ച് ചെയ്യണം. എത്ര കിട്ടും? 1072 കോലങ്കുലം ആക്കുമ്പോ എല്ലാവർക്കും കിട്ടിയോ? നേരത്തെ പറഞ്ഞ ആൾ പറയണ്ട, മറ്റേ ആർക്കും പറയാം. 14 കോൽ. എത്രയാണ്? 14 കോൽ. 14 കോലിന് മാത്രമേ ഉള്ളോ? വേറെ അങ്കുലം ഉണ്ടോ? 2 അങ്കുലം. 2 അങ്കുലം പറയുമ്പോ മുഴുവൻ പറയണ്ടേ? തെറ്റാണത്. 14 കോൽ 21.33 അങ്കുലം കിട്ടും. 2 അങ്കുലം അങ്ങനെ കിട്ടും. സോറി, 1 മിനിറ്റ്. ഇത് ഈ ആൻസർ എഴുതി വെക്കരുത്, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഈ ആൻസർ നോക്കി എഴുതി വെക്കാൻ വളരെ എളുപ്പമാണ്. സ്ക്രീനിൽ കാണുന്ന ആൻസർ എഴുതി വെക്കാൻ പോലെ നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടുപിടിക്കണം. 14 കോൽ 21.33 അങ്കുലം കിട്ടും വീതി. 14.88 ആണ് എനിക്ക് കിട്ടിയത്. അത് അപ്പൊ ആ 0.88 കോലാണ്, അതിനെ അങ്കുലം ആക്കണം. 21.12 അല്ലേ? 21.33. 1 സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ നിങ്ങളെ കാൽക്കുലേറ്റ് എടുക്കുക. 21.12. 12 പറയുമ്പോ 1.2 അല്ല വരുന്നത്, 3 തന്നെ വരും. കാൽക്കുലേറ്റ് എടുക്കുക ആദ്യം. കാൽക്കുലേറ്ററില് 1072 എടുക്കുക. എല്ലാവരും എടുത്തോ? 1072നെ നമുക്ക് 1072 എന്ന് പറഞ്ഞ സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 72 ഈക്വൽ ടു എത്ര കിട്ടും? 14.88. 14.888 എന്ന് കിട്ടും. അപ്പൊ അതിൽ ഈ 14 കോൽ എന്നുള്ള നമ്മൾ എഴുതും. ആ 14 കോലാണ്, ആ ഹോൾ സംഖ്യയാണ് കോല്, 14 കോൽ. അപ്പൊ ബാക്കിയുള്ള കണ്ടുപിടിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഇപ്പൊ നമ്മുടെ കാൽക്കുലേറ്ററിൽ കിടക്കുന്ന സംഖ്യ 14 കുറച്ചാൽ മതി. 14 ഇവിടെ എഴുതിയിട്ട് 14 കുറയ്ക്കുക, -14. അപ്പൊ എത്ര കിട്ടും? 0.88. ആ 0.88 എത്ര ആയിക്കോട്ടെ കിടക്കും. അപ്പൊ അതിനെ വേണം 24 കൊണ്ട് കുടിക്കാൻ അങ്കുലം കിട്ടാൻ. അപ്പൊ ഇൻറ്റു 24 നോക്കുക, എത്ര കിട്ടും? 21.333. അപ്പൊ 2 സംഖ്യ ആക്കുമ്പോ 21.33. അതാണ് 14 കോൽ 21.33 അങ്കുലം. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുള്ളവരാണെങ്കിൽ ഇപ്പൊ അത് ക്ലിയർ ചെയ്യണം. 21.312 ആണോ വന്നത്? 312. അതെ. അതെങ്ങനെ കിട്ടി? അതിൽ 0.888 ഇൻറ്റു 24. 0.888 എന്നൊന്നും നോക്കണ്ട, നമ്മള് ഒന്നുകൂടെ ചെയ്തു നോക്കും. 1072 എടുക്കും. കാൽക്കുലേറ്ററിലാണോ ചെയ്യുന്നത്? അത് ചെയ്തു. അല്ല, ഇപ്പം 0.12 എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ തന്നെ, സനോജ്. ആരാണ്? സനോജ്. സനോജ്
1072 ഒന്നുകൂടെ കാൽക്കുലേറ്റർ എടുക്കുക. 1072 എടുത്തോ? ഹരിക്കണം 72. പറയൂ, 1072 എടുക്കുക ആദ്യം. എടുത്തു. ഡിവൈഡഡ് ബൈ 72 ഈക്വൽ ടു എത്ര കിട്ടും? 14.8888 വന്നു. അപ്പൊ ആദ്യം ഇന്ന് -14 കുറയ്ക്കുക. 14 കോളിന് എഴുതിയിട്ട് 14 കുറയ്ക്കുക. -14 സമയം എത്ര കിട്ടും? 0.8888 വന്നു. ഇത്രയെങ്കിലും ഒരു വാല്യൂ കിട്ടുമല്ലോ. അതിന് ഇൻറ്റു 24 മൾട്ടിപ്ലൈഡ് ബൈ 24. 24 അങ്കുലമാണ് ഒരു കോൽ. എത്ര കിട്ടും? 21.33. അതാണ് 1-2 പിന്നെ എങ്ങനെ കിട്ടി? അത് സെപ്പറേറ്റ് 0.88 മാത്രം എഴുതിപ്പോയി. 0.88 എഴുതിയാൽ പോയാ, അവസാനത്തെ വരെ എഴുതണം. അതിനേക്കാൾ നല്ലത് നമുക്ക് ഹോൾ നമ്പർ കുറയ്ക്കുകയാണ്. അപ്പൊ അത് എത്ര ആയാലും അവധി കിടക്കും. അതിന് 24 കൊണ്ട് കുടിച്ചാൽ മതി. സാർ, ഈ അങ്കുലമാക്കുമ്പോ 21.33 പോയിന്റിന് ശേഷമുള്ള ഫിഗർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എപ്പോഴും വാസ്തുവിൽ ഏത് കണക്ക് ചെയ്യുമ്പോഴും 2 സ്ഥാനം ഡിജിറ്റ്, പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 2 സ്ഥാനം എടുക്കണം എന്നുള്ളതാണ്. ചില ഇതിൽ വരുമ്പോൾ അത് വ്യത്യാസം വരും. അതുകൊണ്ടാണ് എപ്പോഴും 2 സ്ഥാനം എടുക്കണം. അപ്പം 14 കോൽ 21.33 അങ്കുലം എന്ന് വരും ബിയുടെ അളവ്. അത് വീതിയാണ്. ഇനി നമ്മള് പിന്നെ കൈക്കണക്ക് പട്ടിക അല്ല, പതിയോനി പട്ടിക എടുക്കുക. കൈക്കണക്ക് പട്ടികയ്ക്ക് മുമ്പുള്ള പതിയോനി പട്ടികയിൽ ധ്വജയോനിയാണിത്. 48-26 നമുക്ക് ധ്വജമാണ് ചുറ്റളവ്. അപ്പൊ ഈ 14 കോൽ 21.33 കുറവുള്ള ധ്വജയോനി അളവ് കണ്ടുപിടിക്കുക കൈക്കണക്ക് പട്ടികയിൽ നിന്ന്. അല്ല, കൈക്കണക്ക് പട്ടികയല്ല, പതിയോനി പട്ടികയിൽ നിന്ന്. പതിയോനി പട്ടിക എടുക്കുക. 14-18 14 കോൽ 18 അങ്കുലം. അത് എല്ലാവർക്കും കിട്ടിയോ? അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. 14 കോൽ 18 അങ്കുലം എങ്ങനെ കിട്ടി? എല്ലാവർക്കും കിട്ടിയോ? ഹലോ, കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? 14 കോൽ 18 അങ്കുലം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം ബി ഈക്വൽ ടു, അപ്പൊ ഒരു ആരോ ഇടുക. ആരോ ഇടുക കഴിഞ്ഞാൽ ഫ്രം ദ ടേബിൾ, പതിയോനി പട്ടികയിൽ നിന്നും കിട്ടുന്നത് 14 കോൽ 18 അങ്കുലം. അപ്പൊ നമുക്ക് ഈ 14 കോൽ 18 അങ്കുലം എന്ന് പറയുന്നത് പിന്നെ ധ്വജയോനിയാണ്. അപ്പൊ ചുറ്റളവും വീതിയും ധ്വജയോനിയിലായി. ഇനി നീളം കൂടെ ധ്വജയോനി കിട്ടണം. അതിന്റെ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ച് വീതി കുറയ്ക്കണം. അതായത് നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ചുറ്റളവ്. അപ്പൊ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വീതി കുറച്ചാൽ നീളം കിട്ടും. അപ്പൊ അത് അടുത്തായിട്ട് കണ്ടുപിടിക്കുക. മനസ്സിലായില്ല? ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല? നീളവും ചുറ്റളവ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കല്ലേ? കിട്ടി. അങ്ങനെയല്ലേ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്? ഹലോ, കേട്ടില്ല? അപ്പൊ നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ചുറ്റളവ്. ചുറ്റളവ് നമുക്ക് അറിയാമെങ്കിൽ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് അതിൽ നിന്ന് വീതി കുറച്ചാൽ നീളം കിട്ടും. അതല്ലെങ്കിൽ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് നീളം കുറച്ചാൽ വീതി കിട്ടും. അപ്പൊ നമുക്കിവിടെ വീതി കണ്ടുപിടിച്ചു. അപ്പൊ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വീതി കുറയ്ക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പിന്നെ ചുറ്റളവ് 48-24 5824 സെന്റിമീറ്റർ ആണ് ചുറ്റളവ്. അതിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് ഈ 1072 കുറയ്ക്കുക. 1072 വീതി. അത് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും നോക്കുക. നീളം എത്ര കിട്ടും നോക്കുക. കിട്ടുന്നവര് പറയാ. ആർക്കെങ്കിലും നീളം കിട്ടിയോ? 1340. എത്രയാ നിങ്ങൾ എത്രയാന്ന് വെച്ചാൽ മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? ചുറ്റളവ് ഡിവൈഡഡ് ബൈ 2 മൈനസ് വീതി, അതാണ് നീളം. വീതി എത്രയാ സാറേ? വീതി നമ്മൾ ചെയ്തു വെച്ചേക്ക് കണ്ടില്ലേ? നമ്മൾ ചെയ്തിട്ടില്ലേ? എന്നോട് ചോദിക്ക, നമ്മൾ ചെയ്തതാണ്. ഇതിന്റെ വീതി എത്ര പറയൂ? ചോദിച്ച ആരാണ്? 1072. സംശയം എന്ത്? സാർ, 1072 കോലങ്കലമാക്കിയിട്ട് ഉത്തമമായ അളവാക്കിയിട്ട് അത് പിന്നെ സെന്റിമീറ്ററിലാക്കണ്ടേ? അല്ല, നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മള് അല്ല ഇത് ശ്രദ്ധിക്കുക. നമുക്ക് 1072 ചെയ്ത് 1072 എന്ന് പറയുന്നത് നമുക്ക് കോലങ്കുലം ആക്കി. കോലങ്കുലം പിന്നെ 14 കോൽ 21.33 അങ്കുലം കിട്ടി. അതിൽ താഴെയുള്ള ധ്വജയോനി അളവ് 14 കോൽ 18 അങ്കുലമാണ്. അതിനെ സെന്റിമീറ്റർ ആക്കണം. ഈ 14 കോൽ 18 അങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കണം. അപ്പൊ 1062 വരും. അപ്പൊ അത് എത്രയാന്ന് വെച്ചാൽ എല്ലാരും ചെയ്യുക. ഈ 14 കോൽ 18 അങ്കുലം എന്നുള്ളതിനെ സെന്റിമീറ്റർ ആക്കുക.
അപ്പൊ 1062 സെന്റിമീറ്റർ വരും. സ്ക്രീനിൽ കാണാം. എല്ലാവർക്കും കിട്ടി? ആരും സംശയമുണ്ടോ? ചെയ്തില്ല. ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വീതി കുറയ്ക്കുമ്പോൾ നീളം കിട്ടും. ആ നീളത്തിന് നമ്മൾ ത്വചയോനിയിലുള്ള നീളം കണ്ടുപിടിക്കണം. അതിൽ കുറഞ്ഞ ത്വചയോനിയിലുള്ള നീളം കണ്ടുപിടിക്കണം. പദയോനി പട്ടിക എന്ന്. അപ്പൊ 1070 ത്വചയോനിയുള്ളത് 1062 കിട്ടും. അതായത് 14 കോൽ 18 അങ്കുലം. ആ 14 കോൽ 18 അങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 1062 കിട്ടും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ആയിട്ട് പോകണം. അപ്പൊ ഈ 1062 സെന്റിമീറ്റർ എന്നുള്ളത് ത്വചയോനിയാണ്. അതൊന്നും കൂടി ക്ലിയർ ആകാനുണ്ട്. അത് മനസ്സിലായില്ല. 1072 കുറച്ച് കഴിയുമ്പോ 1340 വരുന്നത്. 1072 എന്തിനു കുറയ്ക്കുന്നേ? അല്ല, സാറ് പറഞ്ഞില്ലേ 48 24 2 കൊണ്ട് ഭാഗിച്ചോ? എത്ര കിട്ടി? 412 അത് കിട്ടിയല്ലോ. അതിന്ന് 1072 അതല്ല, അതിന്ന് ശ്രദ്ധിക്കുക, നമ്മള് 1072 സെന്റിമീറ്റർ ഞാൻ 14 കോൽ 21.33 അങ്കുലമാണ്. അത് ത്വചയോനി അല്ല. ത്വചയോനിയിലുള്ള അളവ് വേണം കുറയ്ക്കാൻ. ത്വചയോനിയുള്ള അളവ് 14 കോൽ 18 അങ്കുലമാണ്. അത് മനസ്സിലായോ? എങ്ങനെ കിട്ടിയത്? 14 കോൽ 18 അങ്കുലം എങ്ങനെ കിട്ടിയത് മനസ്സിലായോ? അത് മനസ്സിലായി. അതിനെ സെന്റിമീറ്റർ ആക്കണം. 14 കോലിനെ വീണ്ടും സെന്റിമീറ്റർ ആണ്. 14 കോൽ 18 അങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കണം. എത്ര കിട്ടും നോക്കണം. അപ്പൊ 14 ഗുണം 72 അല്ല, അങ്ങനെയും ചെയ്യാം. രണ്ടു വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ 14നെ 24 കൊണ്ട് ഗുണിക്കുക, അപ്പൊ അങ്കുലം കിട്ടും. എന്നിട്ട് 18 കൂട്ടിയിട്ട് അപ്പൊ ടോട്ടൽ അങ്കുലം കിട്ടും. 3 കൊണ്ട് ഗുണിക്കുക. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 14നെ 72 കൊണ്ട് ഗുണിക്കണം, 18നെ 3 കൊണ്ട് ഗുണിക്കണം, രണ്ടും കൂടെ കൂട്ടണം. രണ്ടു വിധത്തിലും ചെയ്യാം. എളുപ്പം ചെയ്യാവുന്ന മറ്റേതാണ്. കാൽക്കുലേറ്റർ വെച്ചിട്ടേ ചെയ്യാൻ പറ്റും. പേന തൊടാതെ തന്നെ ചെയ്യാൻ പറ്റും. അവർ നേരത്തെ പഠിച്ചിട്ടുള്ളൂ. അത് കോലങ്കുലത്തിനെ സെന്റിമീറ്റർ ആകണം, സെന്റിമീറ്റർ കോലങ്ങളും ഒക്കെ പെട്ടെന്ന് ചെയ്യണം. അത് കുറെ ചെയ്തു നോക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തപ്പോഴും ഒക്കെ പറഞ്ഞു, പുസ്തകത്തിനകത്ത് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾ ചെയ്തു നോക്കണം. പക്ഷെ നിങ്ങളത് പറയുന്നതിന് കാര്യമായ ഗൗരവം കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറത് അന്ന് നമ്മൾ പഠിച്ചു പോയതല്ലേ, അതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല സാർ, അതുകൊണ്ടാണ്. അത് കൂടുതൽ ചെയ്യണം. ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. വീട്ടിൽ പോയി ഒരു 10 20 കുറച്ച് സമയം നിങ്ങൾ മെനക്കെടണം. അല്ലെ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് മാത്രം ആയില്ല. വീട്ടിൽ പോയി കുറെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തറവാവും. അതായത് ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് ആവുമെന്ന് വിചാരിക്കരുത് ആരും. 14 കോൽ 18 അങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കിയോ? ഹലോ, എത്ര കിട്ടി? 1062. അപ്പം അതാണ് 1062 സെന്റിമീറ്റർ കിട്ടിയിരിക്കുന്നത്. ഇനി ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് 1062 കുറയ്ക്കണം. 1062 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കുക. ഇതിപ്പം വീതിയാണ് 1062. അപ്പൊ നീളം കിട്ടാൻ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് 1062 കുറയ്ക്കണം. ഈ 1062 ഞാൻ ത്വചയോനിയാണ്. ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് 1062 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നോക്കുക. L = 4827 / 2 - 1062. ചുറ്റളവ് ത്വചയോനിയുള്ള ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് ത്വചയോനിയിലുള്ള വീതി കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടും നോക്കുക. 1350 സെന്റിമീറ്റർ. അതിനെ കോലങ്കിലും ആക്കിയിട്ട് ത്വചയോനിയാണോ ചെക്ക് ചെയ്ത് നോക്കുക. ഈ 1350 സെന്റിമീറ്ററിനെ കോലങ്കിലും ആക്കിയിട്ട് അത് ത്വചയോനി. അപ്പൊ നീളവും വീതിയും ത്വചയോനിയാണോ ചെക്ക് ചെയ്യാമല്ലോ. ഈ നീളം അങ്ങനെ ആയിരിക്കും. കാരണം ചുറ്റളവും വീതിയും ത്വചയോനി ആണെങ്കിൽ ആ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വീതി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നീളവും ത്വചയോനി തന്നെ ആയിരിക്കും. അഥവാ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, നമ്മൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് ടെസ്റ്റാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എപ്പോഴും. നീളം കിട്ടിക്കഴിഞ്ഞാൽ ആ നീളം ത്വചയോനി ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ആ 1350 സെന്റിമീറ്ററിന്റെ കോലങ്ങളും ആക്കിയിട്ട് ത്വചയോനിയിൽ ആ അളവ് വരുന്നുണ്ടോ എന്ന് നോക്കണം. 1350 സെന്റിമീറ്ററിന്റെ കോലങ്ങളും ആക്കുമ്പോൾ എത്ര കിട്ടും? 18.
പോയിന്റ് വരണ്ട, കോലങ്കുലം. 18 കോല് 18 അങ്കുലം. 1350 അല്ലേ? 1350 ഡിവൈഡഡ് ബൈ 72 ഈക്വൽ ടു 18 കോൽ 18 അങ്കുലം. ഓഫ് ചെയ്തിരിക്കാം. 18 കോൽ പിന്നെ 0.75 ആണ്. അപ്പോൾ -18 ഈക്വൽ ടു ഇൻറ്റു 24 സമം 18 അങ്കുലം. 18 കോൽ 18 അങ്കുലം എന്നുള്ള ധ്വജോനിയുടെ താഴെ വരുമോ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ പതിയോനി പട്ടികയിൽ 18 കോൽ 18 അങ്കുലം ധ്വജോനി പട്ടികയിൽ ധ്വജോനി ആണോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുക. പതിയോനി പട്ടികയിൽ നോക്കുക. ആരും നോക്കിയില്ലേ? 18 കോൽ 18 കോലാണ്, ധ്വജോനിയാണ്. എല്ലാരും നോക്കിയോ? അത് എല്ലാരും ചെക്ക് ചെയ്ത് നോക്കണേ. ഒരാൾ മാത്രം നോക്കിയാൽ പോരാ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അത് നോക്കാത്ത കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ 1350 സെന്റിമീറ്റർ കോലെങ്കിലും ആക്കിയിട്ട് അത് ധ്വജോനി ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും കിട്ടി. പക്ഷെ അത് വെറുതെ ഇതുണ്ട്, മനസ്സിലാക്കണം. അപ്പൊ 1350 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ധ്വജോനിയാണ്. അപ്പൊ നീളം ധ്വജോനിയിലാണ് 1350 സെന്റിമീറ്റർ. വീതി 1062, അതും ധ്വജോനിയാണ്. ചുറ്റളവും ധ്വജോനിയാണ്. അപ്പൊ ചുറ്റളവും നീളവും വീതി എല്ലാം ധ്വജോനി കണ്ടു. അങ്ങനെ എപ്പോഴും ഏറ്റവും ഉത്തമമായിട്ടുള്ള അളവാണത്. അതായത് പതിയോനി തത്വപ്രകാരം ചുറ്റളവും നീളവും വീതി എല്ലാം ഒരേ യോനിയിൽ വന്നാൽ അങ്ങനെയുള്ള അളവുകളുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മള് പിന്നെ ചെക്ക് ചെയ്യാനായിട്ട് അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ല. ആദ്യം L/B എത്ര പാദാധികമാണോ ചെക്ക് ചെയ്ത് നോക്കണം. L/B എത്ര കിട്ടും? 1350/1062 എത്ര കിട്ടും? പെട്ടെന്ന് ചെയ്യുക. 1350 1062 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കുക. 1.27. അത് പാദാധികമാണോ, അർത്ഥാധികമാണോ, പാദോനമാണോ, സമതമാണോ? പാദാധികം. 1.25 മുകളിലാണ്, 1.5 ആയില്ല. അപ്പൊ അതെല്ലാം അത് പാദാധികമാണ്. അപ്പൊ ഏറ്റവും ഉത്തമമാണ്. അപ്പൊ അത് പാദാധികം. അപ്പൊ നമുക്ക് നീളം, വീതി, ചുറ്റളവ് എല്ലാം ധ്വജോനിയിൽ വന്നു. നീളത്തെ വീതി കൊണ്ട് വായിച്ചപ്പോൾ പാദാധികം കിട്ടി. ഇനി നമുക്ക് ഏരിയ നോക്കണം. ഏരിയ പറഞ്ഞ 1750 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല എന്ന്, അത് നോക്കണം. അപ്പം ഇപ്പം B, L ആൻഡ് P, അതായത് വീതിയും നീളവും പെരിമീറ്ററും ഇതെല്ലാം ധ്വജോനിയിലാണ്. ഇനി ഏരിയ ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കുക. 1350 1062 മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെന്റിമീറ്ററിലാണ്. സ്ക്വയർ ഫീറ്റ് ആക്കണമെങ്കിൽ 2 പ്രാവശ്യം 30.48 ഡിവൈഡ് ചെയ്യണം. ഈ 1350 30.48 ഡിവൈഡ് ചെയ്ത് അടിയാക്കണം. 1062 30.48. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. L/B, അതായത് 1350 ഇൻറ്റു 1062. 1350 നമ്മൾ 30.48 ഡിവൈഡ് ചെയ്യുന്നു. 1062 30.48 ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സ്ക്വയർ ഫീറ്റ് കിട്ടും. എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടും നോക്കുക. — 1543.22 സ്ക്വയർ ഫീറ്റ്. എല്ലാവർക്കും കിട്ടിയോ? ഇല്ല. അത് ചെയ്യാ. ഇത് കുറെ വീട്ടിലൊക്കെ പോയി ചെയ്തു വേണം. പരീക്ഷയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ചെയ്യണം. നമുക്ക് തറവായിരിക്കണം. നമ്മൾ വെറുതെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തറവായിരിക്കണം. ഇത് 1750 സ്ക്വയർ ഫീറ്റ് കുറവാണ്. 1750 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല എന്നാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടിയത് 1541 സ്ക്വയർ. ഇതിൽ കൂടിയ ഏരിയ ആണെങ്കിൽ അത് ഉത്തമമായ അളവുകൾ വേണമെങ്കിൽ 1750 കൂടും സ്ക്വയർ ഫീറ്റ്. 1750 കൂടാതെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അളവ് ഈ 1541.22 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അപ്പോൾ എല്ലാമായി നീളമായി. അപ്പം ഉത്തമമായ നീളം സമം 1350 സെന്റിമീറ്റർ, ഉത്തമമായ വീതി സമം 1062 സെന്റിമീറ്റർ. ഇതാണ് ആൻസർ. ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണുക. ഇനി പഴയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മള് റിവിഷൻ പരമാവധി നീളവും പരമാവധി വീതിയും കഴിഞ്ഞു. ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കഴിഞ്ഞു.
ഇനി സ്ഥാനം കാണുക എന്നുള്ളതിന്റെ റിവിഷനാണ്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ പോയി നോക്കുന്നവർ കുറച്ച് എളുപ്പമായിരിക്കും. സാറാ ഗുണിച്ചില്ലേ 30.48 ഗുണിച്ചില്ലേ? കേട്ടില്ല. 30 ഈ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റില്ലേ? ആ, അപ്പോ 1350 30.48 കൊണ്ട് ആദ്യം ഗുണിക്കുക. രണ്ടും ഒരുമിച്ച് 4 കൂടെ ഒരുമിച്ച് ചെയ്താൽ മതി. ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്തൊന്നും ചെയ്യണ്ട. 1350 × 1062 ഡിവൈഡഡ് ബൈ താഴെ 30.48 ആകുമ്പോൾ 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യണം. ആദ്യം ഒരു പ്രാവശ്യം 30.48 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വീണ്ടും 30.48 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോളിൽ കാണുന്ന രണ്ടുകൂടെ ഗുണിക്കുക, എന്നിട്ട് 2 പ്രാവശ്യം 30.48 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഒരു വീടിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. ഉത്തമമായ നീളവും ഉത്തമമായ വീതി കണ്ടുപിടിക്കണം. നീളം, വീതി, ചുറ്റളവെല്ലാം ഒരേ യോനി വരണം. നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ പാദാധികമായിരിക്കണം. അതുപോലെ ഏരിയ ആർക്കാണോ വീട് ചെയ്യുന്നത് അവർ പറയുന്ന ആ ഏരിയ നിർത്തണം. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാം കൂടെ ചെയ്ത് പറ്റുന്ന വരില്ല. സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. മിക്കവാറും സാധിക്കും. പക്ഷെ ചില കേസുകളിൽ സാധിക്കാതെ വരും. ആ വസ്തുവിന്റെ അളവൊക്കെ വെച്ച് അവർക്ക് ആവശ്യം, ഇപ്പൊ ഒരു ഇത്ര സെന്റ് വസ്തുവുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ്, വസ്തുവിന്റെ നീളവും വീതിയുടെ ഒക്കെ എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന അത്രയും ഏരിയയിൽ ചിലപ്പോൾ വീട് വെക്കാൻ പറ്റുമെന്ന് വരില്ല. പാദാധികമാണ് ഏറ്റവും നല്ലത്. വീതിയുടെ 1.25 ഇരട്ടി. വീതിയുടെ 1.25 ഇരട്ടി നീളം. അതാണ് പാദാധി. അതാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മളിപ്പോ ഇതിനകത്ത് അതാണ് ചെയ്തേക്കുന്നത്. സമതത്വമാണെങ്കിൽ നീളവും വീതി ഒരുപോലെ വരിക. സമതത്വം, പാദാധികം, അർത്ഥാധികം, പാദോനം 4 വിധത്തിലുണ്ട്. പാദോനമാണ് ഏറ്റവും മോശം, ഒരിക്കലും പാടില്ല, വീട് മുടിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. അതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. ഇത് മനസ്സിലായാലും ഇനി അടുത്ത് നമ്മൾ അർത്ഥയിലോട്ട് പോവാണ്. അതായത് സ്ഥാനം കാണുന്നത്, ഗൃഹസ്ഥാനം. അതിൻ്റെ ഒരു കണക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. തെക്ക് വടക്ക് 2218 സെന്റിമീറ്റർ നീളവും സ്ക്രീനിൽ കാണാം. കിഴക്ക് പടിഞ്ഞാറ് 1634 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വസ്തുവിൽ 1590 സെന്റിമീറ്റർ നീളവും 1206 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ഗൃഹം പടിഞ്ഞാറ്റിനെയായി ചെയ്യുന്നതിനുള്ള ഉത്തമമായ സ്ഥാനം കാണുക. ഇത് നിങ്ങൾ പിന്നെ ഇതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് അത് നമുക്ക് ചെയ്യാം. ഇതിപ്പം നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കാൻ പറ്റുക. ഈ കണക്ക് നമ്മൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കുക. അടുത്ത ഒരെണ്ണം നമുക്ക് ചെയ്യാം. ഇത് എഴുതിയെടുത്തല്ലോ ക്വസ്റ്റ്യൻ? ഇല്ല. അപ്പൊ എഴുതിയെടുക്കും. എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് പറയും. എഴുതി കഴിയുമ്പോൾ പറയണം. സ്പീഡ് വേണം. ഇത്രയൊക്കെ എഴുതാൻ ഇത്ര സമയം വേണം. എഴുതിയില്ലേ ഇതുവരെ? അങ്ങനെ പറയാത്തെന്തോ? കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? എഴുതി. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കുക. വേറെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തുള്ളൂ. ഇതിപ്പോ ഇവിടെ ചെയ്യാം. ആദ്യത്തെ കുറച്ച് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യുക. ഇപ്പൊ ഇത് മനസ്സിലാക്കിയാൽ അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടും എളുപ്പമാണ്. കിഴക്ക് പടിഞ്ഞാറ് 1512 സെന്റിമീറ്റർ നീളവും
തെക്ക് വടക്ക് 1284 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വാസ്തു മണ്ഡലത്തിൽ 1078 സെന്റിമീറ്റർ നീളവും 980 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വീട് വടക്കിനിയായി ചെയ്യുന്നതിനുള്ള ഉത്തമമായ സ്ഥാനം കാണുക. എഴുതി കഴിഞ്ഞ് പറയുക. എഴുതില്ലേ വളരെ സ്ലോ ആണ്. കഴിയാത്തവരും ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഇതൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട് വന്ന് കാണുന്നതെല്ലാം റിവിഷനാണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. അല്ല പുതിയ ആൾക്കാരെ പോലെ ഇരുന്നാൽ കാര്യമില്ല. ഇതൊക്കെ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വാസ്തുമണ്ഡലം വരയ്ക്കണം. കുറച്ച് വലുതായിട്ട് വരയ്ക്കുക. അതിനകത്തിന് ഒരുപാട് വരകൾ വരും. അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ എല്ലാവരും വരയ്ക്കാൻ ഒക്കില്ല. വാസ്തുമണ്ഡലം കുറച്ച് വലുതായിട്ട് വരയ്ക്കുക. നിങ്ങളുടെ ബുക്കിൽ എഴുതുന്ന പേപ്പറിൽ എത്ര വലുതായിട്ട് വരയ്ക്കുക അതുപോലെ വലുതായിട്ട് വരയ്ക്കുക. സർ, ആദ്യം തന്ന ചോദ്യത്തിൽ വസ്തുവിന്റെ അളവല്ലേ തന്നിട്ടുള്ളത്? ആദ്യത്തേൽ വസ്തുവിന്റെ ആണ്. ഇതിന് വാസ്തുമണ്ഡലം കണ്ടുപിടിക്കണം. ഇതിനകത്ത് വ്യത്യാസമുള്ള വടക്കിനിയാണ്. വടക്കിനിക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. തെക്കിനെയും പടിഞ്ഞാറ്റിനെയും ഒക്കെ ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. വടക്കിനിയായിട്ട് ചെയ്യുമ്പോൾ വടക്കിനെയും പടിഞ്ഞാറ്റിനെയും കുറച്ച് വ്യത്യാസമുണ്ട്. അല്ല സോറി, വടക്കിനെയും കിഴക്കിനെയും കുറച്ച് വ്യത്യാസമുണ്ട്. തെക്കിനെയും പടിഞ്ഞാറ്റിനെയുമാണ് സാധാരണ ചെയ്യുന്നത്. അതിൽ ആ വ്യത്യാസം പറഞ്ഞുതരാം. ആദ്യം വാസ്തുമണ്ഡലം വരയ്ക്കുക. എന്നിട്ട് ദിശ മാർക്ക് ചെയ്യുക. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എല്ലാം ഒരുപോലെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അളവുകളൊക്കെ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അളവുകൾ വ്യത്യാസം വരും. തെക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി കിഴക്കിനി എന്നുള്ള വ്യത്യാസം വരാം. മെത്തേഡ് മനസ്സിലായാൽ ഈസിയാണ്. ഇത് നിങ്ങൾ നേരത്തെ നോക്കിക്കൊണ്ട് വന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് വന്നെങ്കിൽ. എല്ലാവരും ഒരു പുതിയ ഇതുപോലെ ഇരിക്കുന്നത്. ഇപ്പം എല്ലാവരും പുതുതായിട്ട് നോക്കി ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുന്ന. ഓക്കെ. അങ്ങനെയുള്ളവർക്ക് എളുപ്പമായിരിക്കും. നോക്കിയെന്ന് പറയുന്ന ആളുകൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. മറ്റവർക്ക് വീണ്ടും ഒന്നുള്ള ആദ്യം പഠിച്ച പോലെ വരുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സൗത്ത് വെസ്റ്റിന് നമ്മൾ 0 എന്ന് കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടത് സൗത്ത് വെസ്റ്റിന് ഇവിടെ നോക്കുക. സൗത്ത് വെസ്റ്റിന് അവിടെ 0 എന്ന് എഴുതി. സൗത്ത് വെസ്റ്റിന് 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ വസ്തുവിന്റെ ആണ് നീളവും ഇത് അതിലൂടെ വാസ്തുമണ്ഡലത്തിന്റെ കാരണം. വാസ്തുമണ്ഡലം കണ്ടിട്ട് വേണം. ഇവിടെ ഇപ്പം വാസ്തുമണ്ഡലമാണ് തന്നേക്കുന്നത്. ഈ ചോദ്യത്തിൽ വാസ്തുമണ്ഡലത്തിന്റെ നീളം 1512 എന്നാണ് തന്നത്. അപ്പൊ അവിടെ ഏറ്റവും മുകളിൽ നോക്കുക. സൗത്ത് ഈസ്റ്റ് കോർണർ നോക്കുക. പടത്തിന്റെ അവിടെ 1512 എഴുതുക. കാരണം അതാണ് വാസ്തുമണ്ഡലത്തിന്റെ നീളം. കിഴക്ക് പടിഞ്ഞാറ് നീളം എന്നാണ് തന്നേക്കുന്നത്. അത് തെക്ക് വടക്ക് വീതി അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1284 സെന്റിമീറ്റർ. അപ്പൊ അതും എഴുതുക. അപ്പൊ 1512 സെന്റിമീറ്റർ നീളവും 1284 സെന്റിമീറ്റർ ഉള്ള വാസ്തുമണ്ഡലം. ഇതിന് സ്കെയിലും ഒന്നും വേണ്ട. വെറുതെ ഫ്രീ ഹാൻഡ് ആയിട്ട് കൈകൊണ്ട് വരച്ചാൽ മതി. സ്കെയിലും ഒന്നും എടുത്ത് വരയ്ക്കേണ്ട. അതൊക്കെ സമയം കൂടുതലെടുക്കും. ഇത്രയും കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായാലും സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതിനെ നമ്മൾ പരമശായിക പദവിന്യാസം ചെയ്യണം. നീളവും വീതിയും 9 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 9 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിന്റെ അളവ് എഴുതണം. അപ്പൊ നോക്കുക, ഇവിടെ അതാണ്ട് നീളത്തിന് ആദ്യം 9 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ലൈൻ വരച്ചു. എല്ലാവരും കണ്ടു. പടിഞ്ഞാറ് നോക്കുക, അവിടെ ഒരു ലൈൻ വന്നു. അതിന്റെ അളവ് എഴുതണം. അതിന്റെ അളവ് എഴുതണമെങ്കിൽ 1512 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും. ടോട്ടൽ 1512 ആണ് നീളം. അതിന് 9 കൊണ്ട് ഭാഗിച്ചതിന്റെ ഒരു ഭാഗമാണ് വരച്ചേക്കുന്നത്. അപ്പൊ 1512 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും നോക്കുക. 168. അടുത്ത രണ്ടാമത്തെ വരയ്ക്കുക. എല്ലാവരും വരയ്ക്കണം. കൂടെ അല്ലെങ്കിൽ പറയണേ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. രണ്ടാമത്തെ വരയ്ക്കുക. അത് കാണുന്നത് 168 ഗുണം 2 ആണ്. 336. അടുത്ത മൂന്നാമത്തെ ഇവിടെ എളുപ്പമാണ്. 168 ആയതുകൊണ്ട് ഹോൾ നമ്പർ പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹോൾ നമ്പർ ആയതുകൊണ്ട് 168 ഗുണം 3 ആയിരിക്കും അടുത്തത്. അടുത്ത 168 ഗുണം 4 ആയിരിക്കും. ഇവിടെ അങ്ങനെ പെട്ടെന്ന് ചെയ്യാം.
ഹോൾ നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ ഇൻറ്റു 3/4 അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഇവിടെ അത് വേണ്ട. ഇത് നോക്കി എഴുതരുത്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ആ 9 വലിച്ചിട്ട് അതിന്റെ അളവ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ചെക്ക് ചെയ്യാൻ മാത്രം ഞാൻ എഴുതിയേക്കുന്ന ചെക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. ഇത് നോക്കി ചെയ്യരുത്, സ്വന്തമായിട്ട് ചെയ്യണം. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ നോക്കാം, അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുക. ഇപ്പൊ കാൽക്കുലേറ്റർ വെച്ചാൽ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ നീളത്തിനെ 9 വായിച്ച് കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇത്രയും എഴുതിയിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ. ഇനി അതുപോലെ വീതിയെ 9 ഡിവൈഡ് ചെയ്ത് അതിൻ്റെയും അളവ് എഴുതുക. ഒന്നാമത്തെ അവിടെ വന്നു, അത് 1284 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും. അത് എഴുതുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. എന്നിട്ട് അവസാനം ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഇത് നോക്കാം. ആ പോയിന്റും ഒക്കെ കറക്റ്റായിട്ട് വരണം. ഇത് നോക്കി എഴുതരുത്, സ്വന്തമായിട്ട് ചെയ്യുക. കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. എഴുതി കഴിഞ്ഞോ? ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ പറയാം. എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് പരമശായിക പദവിന്യാസം എന്ന് പറയുമ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് പദങ്ങളായിട്ട് തിരിക്കുക. പദങ്ങളായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ അളവുകൾ എഴുതുക. അടുത്തതായിട്ട് നമ്മൾ പിന്നെ അതായത് ഇപ്പം നമ്മൾ അഗ്നിമൂലയിൽ നിന്ന് വായുമൂലയിലേക്കുള്ള കർണം, മൃത്യുസൂത്രം, അത് വരയ്ക്കുക. മൃത്യുസൂത്രം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, വരച്ചാൽ മതി. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂലകളിൽ കൂടി തന്നെ കടന്നു പോകണം. ഈ സ്ക്വയറിൻ്റെ അത് വര വളഞ്ഞാലും സാരമില്ല. വര വളഞ്ഞാലും ഈ മൂലകൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് മൂലകൾ ആ മാർക്കെല്ലാം കൂടെ ടച്ച് ചെയ്ത് വരയ്ക്കണം. പിന്നെ മൂലകൾ ടച്ച് ചെയ്തില്ലെങ്കിൽ അവസാനം തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കോർണർ വരയ്ക്കുന്ന കറക്റ്റ് മൂലകൾ ജോയിൻ ചെയ്ത് വരയ്ക്കണം. വര വളഞ്ഞു പോയാലും സാരമില്ല. ഇനി അടുത്ത കർണം വരയ്ക്കുക. കർണസൂത്രം ഈശാനുമൂല എന്ന കന്നിമൂലയിലേക്ക്. അതും മൂലകളിൽ കൂടി കടന്നു പോകണം. വര വളയാം. കാരണം നമ്മൾ സ്കെയിൽ ഇതൊക്കെ നോക്കിയല്ല വരയ്ക്കുന്നത്, അതുകൊണ്ട് എല്ലാം ഈക്വൽ ആയിരിക്കില്ല. അപ്പൊ വര വളഞ്ഞു എന്ന് വരാം. ഇത് രണ്ടും വരച്ചെന്ന് വിചാരിക്കുന്നു. വരച്ചു കഴിഞ്ഞില്ലേ പറയുക. അടുത്ത ഇനി ബ്രഹ്മസൂത്രം, യമസൂത്രം. കിഴക്കുന്ന പടിഞ്ഞാറോട്ട് മധ്യത്തിലൂടെയുള്ള ലൈനാണ് ബ്രഹ്മസൂത്രം. തെക്ക് വടക്ക് മധ്യത്തിലൂടെ യമസൂത്രം. അത് രണ്ടും വരയ്ക്കുക. എന്താ വരയ്ക്കുന്ന ബ്രഹ്മസൂത്രമാണ്. അത് ലൈൻ ഡോട്ട് നോക്കി വരയ്ക്കണം. അതാണ് ഒറ്റ വരയായിട്ട് വരയ്ക്കുന്നതിനേക്കാൾ ഇതാണ് സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് ആ സെൻട്രൽ ലൈനിന്റെ നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ചെറിയ വര കുത്ത് അങ്ങനെ. അപ്പൊ ഇത് ബ്രഹ്മസൂത്രം. യമസൂത്രവും മിഡ് ലൈനാണ്. അപ്പൊ അതും ഇതുപോലെ തന്നെ വരയ്ക്കണം. അപ്പൊ എന്നിട്ട് ബ്രഹ്മസൂത്രം വരച്ചിട്ട് അത് ആ കിഴക്ക് വശത്ത് അത് കട്ട് ചെയ്യുന്ന എത്രയാണെന്ന് എഴുതണം. ടോട്ടൽ 1284 ആണ്. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും അത് അവിടെ 642. അപ്പൊ അത് അവിടെ എഴുതുക. ഒരു ആരോ ഇട്ടാൽ മതി. ഈസ്റ്റ് എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് നേരെ എഴുതാൻ വയ്യെങ്കിൽ ഒരു ആരോ ഇട്ട് എഴുതുക. 642 എഴുതിയിട്ട് ഒരു ആരോ കൊടുക്കുക. ഏതാണ് 642 എന്നുള്ളത് നമുക്ക് അറിയണം. അതുപോലെ ഇപ്പം ബ്രഹ്മസൂത്രം വരച്ച പോലെ യമസൂത്രം വരയ്ക്കുക. അതും
വരാകുത്ത് 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 എന്ന് അങ്ങനെ വരയ്ക്കണം, സെൻട്രൽ ലൈൻ ആയതുകൊണ്ട്. എന്നിട്ട് അതിന്റെയും അളവ് എഴുതണം. അത് 1512/2 ആയിരിക്കും. 756 അവിടെ ഒരു ആരോ കൊടുത്ത് മാർക്ക് ചെയ്യുക. അപ്പൊ ബ്രഹ്മസൂത്രവും യമസൂത്രവും വരച്ചു. ഇത് രണ്ടിന്റെ അളവ് എഴുതി. ബ്രഹ്മസൂത്രത്തിന്റെ അളവ് എഴുതി നമ്മൾ 642, യമസൂത്രത്തിന്റെ അളവ് എഴുതി 756. ആ മധ്യം ബ്രഹ്മനാഭി അടയാളപ്പെടുത്തുക. അവിടെ ഒരു സർക്കിൾ പോലെ കൊടുക്കുക ചെറുതായിട്ട്. നിങ്ങൾ ബ്ലൂ കളർ കണ്ടു, അതാണ് ബ്രഹ്മനാഭി. പ്ലോട്ടിന്റെ അല്ലെങ്കിൽ വാസ്തുമണ്ഡലത്തിന്റെ മധ്യം. ഇത്ര എല്ലാവർക്കും മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ഇനി അടുത്തത് മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കണം. മഹാമർമ്മങ്ങൾ 4 മഹാമർമ്മങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതാണ്. ആദ്യം നോർത്ത് ഈസ്റ്റിലെ ഏത് മൂലയിലും ആകാം. ഇപ്പൊ ഇവിടെ നോർത്ത് ഈസ്റ്റിലാണ് ചെയ്തേക്കുന്നത്. നോർത്ത് ഈസ്റ്റിലെ ആ ഒരു ഡയഗൽ, ചെറിയൊരു ഡയഗൽ വന്നേക്ക് നോക്കുക. മൂന്നാമത്തെ കോളം അല്ല, മൂന്നാമത്തെ ഇത് എടുത്തിട്ട് 2 വശത്തോട്ടും ചെറിയ സ്ക്വയർ, മൂന്നാമത്തെ എടുത്തിട്ട് അതിന്റെ മൂലയും ഇതിന്റെ മൂലയായിട്ടൊരു, അതും മൂലകളിൽ എല്ലാ അതിനിടയ്ക്കുള്ള സ്ക്വയറിന്റെ ഒക്കെ മൂലകളിൽ കൂടി വരണം. ഇടയ്ക്കുള്ള ആ ഇതിന്റെ മൂലകൾ ടച്ച് ചെയ്ത് വരണം. വര വളഞ്ഞാലും സാരമില്ല, മൂലകൾ ടച്ച് ചെയ്ത് വരണം. ഇതിപ്പോ നോർത്ത് ഈസ്റ്റിലായി. അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൗത്ത് വെസ്റ്റിൽ വരയ്ക്കുക. മൂന്നാമത്തെ ഇത് ജോയിൻ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് അവിടെയും വന്നു. അത് മൂന്നാമത്തെയാണ് ഈ 168, 336, 504 എന്നുള്ള മൂന്നാമത്തെ. മറ്റേ സൈഡിലേക്ക് 142.280, 428 എന്നുള്ള മൂന്നാമത്തെ. അത് തമ്മിൽ വേണം ജോയിൻ ചെയ്യാൻ. അടുത്തായിട്ട് നീളത്തിലുള്ള ജോയിൻ ചെയ്യുക. നീളത്തിലുള്ള ലൈൻ ഒരു റെക്റ്റാങ്കിൾ കിട്ടും, ചരിഞ്ഞ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ആ ചരിഞ്ഞ റെക്റ്റാങ്കിളിന് 4 സൈഡുകളുണ്ട്. ആ 4 വശങ്ങൾക്ക് എന്താ പേര് പറയുന്നത് ആരെങ്കിലും പറയാമോ? പഠിച്ചതാണ് നമ്മള്. രജുക്കൾ. രജുക്കൾ, കറക്റ്റ്. അതിന് ഓരോന്നിനും രജു എന്നാണ് പേര് പറയുന്നത്. സാർ, ഈ വാസ്തുമണ്ഡലത്തില് എത്ര രജുക്കൾ ഉണ്ടെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ രേഖകളാണോ അതോ മൊത്തം ട്രയാങ്കിളിനാണോ രജു ആയിട്ട് കണക്കാക്കുന്നത്? അല്ല, ഇപ്പൊ നമ്മൾ 4 രജുക്കൾ വരച്ചു. ഈ 4 രജുക്കളോടെ വരയ്ക്കണം. അപ്പൊ 8 രജുക്കളുണ്ട്. വാസ്തുമണ്ഡലത്തിലുള്ള ആകെ രജുക്കളുടെ എണ്ണം 8 ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതൊക്കെ പലപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ആകെ നാഡികളുടെ എണ്ണം എത്രയാന്ന് വരാം. ആകെ പിന്നെ അതുപോലെ തന്നെ ഇത് പദങ്ങളുടെ എണ്ണം എത്രയാന്നുള്ള വരാം. അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ അടുത്ത ചരിഞ്ഞ റെക്റ്റാങ്കിൾ വരയ്ക്കുക. തെക്ക് കിഴക്ക് മൂല, അതായത് അഗ്നിമൂലയുടെ ഭാഗത്ത് മൂന്നാമത്തെ ഇത് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക. പിന്നെ വായുമൂലയിലും ജോയിൻ ചെയ്യുക. അഗ്നിമൂല, അതായത് സൗത്ത് ഈസ്റ്റും നോർത്ത് വെസ്റ്റും 2 രജുക്കൾ കിട്ടും. ഇനി ആ രജുക്കൾ തമ്മിൽ വീണ്ടും ജോയിൻ ചെയ്യുമ്പം നീളമുള്ള രജുക്കൾ കിട്ടും. ചരിഞ്ഞ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് പിന്നെ മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കാം. അതായത് ഈ നമ്മൾ വരച്ച രജുക്കളുടെ നീളം കൂടിയ രജുക്കൾ, ആകെ 8 രജുക്കളിൽ 4 നീളം കൂടിയതാണ്. ഈ നീളം കൂടിയ രജുക്കള് മറ്റേ കർണങ്ങളുമായിട്ട്, അതായത് കർണസൂത്രവും മൃത്യുസൂത്രവുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് മഹാമർമ്മങ്ങൾ. അപ്പൊ ഇവിടെ 4 മഹാമർമ്മങ്ങൾ താണ്ട വരും. ഒന്നിത് 1, 2, 3, 4. എല്ലാവരും കണ്ട് ആ 4 മഹാമർമ്മങ്ങൾ ഇപ്പോൾ അടയാളപ്പെടുത്തി. നമ്മളിവിടെ ഒരു വീട് വയ്ക്കുമ്പം മറ്റുള്ള മർമ്മങ്ങൾ 100 മർമ്മങ്ങൾ ആകെ ഉണ്ട്. 4 മഹാമർമ്മങ്ങളാണ്. ബാക്കി 96 മർമ്മമുണ്ട് സാധാരണ മർമ്മങ്ങൾ. മഹാമർമ്മങ്ങളുടെ മുകളിൽ തൂണോ ഭിത്തിയോ വന്നാൽ, വീടിന്റെ തൂണോ ഭിത്തിയോ വന്നാൽ മഹാദോഷമാണ്. അതേസമയം അല്ലാത്ത മർമ്മങ്ങളുടെ മുകളിൽ, ബാക്കി 96 മർമ്മങ്ങളുടെ മുകളിൽ തൂണോ ഭിത്തിയോ വന്നാൽ സാമാന്യ ദോഷമാണ്. അതുകൊണ്ട് മഹാമർമ്മം പ്രത്യേകം നമ്മൾ അടയാളപ്പെടുത്തണം ഇത് ചെയ്യുമ്പോൾ. ഇത്രയും മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമ്മള് ഇനി അടുത്ത നമ്മള് പിന്നെ ഗ്രഹമധ്യം കണ്ടുപിടിക്കണം. ഗ്രഹനാഭി. ഇപ്പം വാസ്തു മണ്ഡലത്തിന്റെ മധ്യം നമുക്കറിയാം. ഇനി ഗ്രഹനാഭി കണ്ടുപിടിക്കണം. ഗ്രഹനാഭി കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അതിന് വേണ്ട എന്തെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം? വാസ്തുമണ്ഡല ബ്രഹ്മനാഭി ഇപ്പൊ അറിയാം. ആ ബ്ലൂ കളറിൽ കാണുന്ന ബ്രഹ്മനാഭിയാണ്. ഗ്രഹനാഭി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അറിയണം? ആരെങ്കിലും പറയാമോ?
ഗ്രഹനാഭി കണ്ടുപിടിക്കണമെങ്കിൽ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? കേട്ടില്ല? ബ്രഹ്മനാഭി അറിയണം. ബ്രഹ്മനാഭി അടയാളം ഉണ്ടല്ലോ. ഇനി എന്തെല്ലാം അറിഞ്ഞാൽ ഗ്രഹനാഭി കണ്ടുപിടിക്കാം? ഗമനം കണ്ടുപിടിക്കണം സാർ. 2 ഗമനങ്ങൾ കാണണം. തെക്ക് വടക്ക് ഗമനവും കിഴക്ക് പടിഞ്ഞാറ് ഗമനവും കാണണം. തെക്ക് വടക്ക് ഗമനവും കിഴക്ക് പടിഞ്ഞാറ് ഗമനവും കണ്ടാൽ നമുക്ക് ഗ്രഹനാഭി കണ്ടുപിടിക്കാം. അപ്പൊ അത് കാണണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുണ്ടോ അത് നോക്കുക. അതിന് വേറെ അത് കണ്ടുപിടിക്കുന്ന ഒരു കാൽക്കുലേഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഈ വരച്ച പേരിലല്ല, നിങ്ങൾ അതിന് താഴോട്ട് എഴുതിക്കോളൂ. അതായത് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പരമാവധി നീളവും പരമാവധി വീതിയും കാണാൻ ഉപയോഗിച്ച അതേ ഇക്വേഷൻ, സെയിം ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കണം. ആ ഇക്വേഷൻ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. L മൈനസ് L ഇൻറ്റു 2/9, അത് L ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ L മൈനസ് ക്യാപിറ്റൽ L ഇൻറ്റു 2/9 മൈനസ് ക്യാപിറ്റൽ L ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 12 മൈനസ് 2 ഇൻറ്റു G ഈക്വൽ ടു സ്മാൾ ലെറ്റർ L. ഏറ്റവും വാസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണിത്, ഒരു ഇക്വേഷനാണിത്. പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. ഈ ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ റിവിഷനാണ്, നമുക്ക് അതിലോട്ടൊന്നും പോകാൻ സമയമില്ല. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് വാസ്തു മണ്ഡലത്തിന്റെ നീളം. സ്മാൾ ലെറ്റർ L അവസാനം ഈക്വൽ കഴിഞ്ഞിട്ട് സ്മാൾ ലെറ്റർ L എന്ന് പറയുന്ന വീടിന്റെ നീളം. G എന്ന് പറയുന്നത് ഗമനം, ക്യാപിറ്റൽ G എന്ന് പറയുന്ന ഗമനം. ഇതൊക്കെ നമുക്ക് ഈ G ഇപ്പൊ ഇവിടെ നമ്മള് പിന്നെ ഉത്തമമായ നീളവും വീതിയാണ് നീളവും വീതിയും കണ്ടുപിടിച്ചു. ആ നീളവും വീതിയും ഉള്ള സ്ഥാനമാണ് നമ്മളിപ്പോ നോക്കുന്നത്. വീടിന്റെ സ്ഥാനം എവിടെയാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്നാണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് ഗമനമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 2 ഗമനം കണ്ടുപിടിച്ചാൽ ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ ബ്രഹ്മനാഭി വാസ്തു മണ്ഡലത്തിന്റെ മധ്യം അറിയാവുന്നത് കൊണ്ട് 2 ഗമനങ്ങൾ കിട്ടിയാൽ നമുക്ക് വീടിന്റെ മധ്യം കണ്ടുപിടിക്കാം, ഗ്രഹനാഭി കണ്ടുപിടിക്കാം. അതിനാണ് ഈ ഗമനം G കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ L അറിയാം, വാസ്തുമണ്ഡലത്തിന്റെ നീളം. സ്മാൾ L അറിയാം, വീടിന്റെ നീളം. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അല്ല അപ്പൊ അത് എഴുതുക. അപ്പൊ ക്യാപിറ്റൽ L വരെ എന്താ എഴുതും? 1512. അതാണ് വാസ്തു മണ്ഡലത്തിന്റെ നീളം. മൈനസ് അടുത്ത ക്യാപിറ്റൽ L വരെ 1512 ഇൻറ്റു 2/9. ക്യാപിറ്റൽ L വരുന്നിടത്തല്ലേ 1512 എഴുതുക. മൈനസ് 1512 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ താഴെ 9 ഇൻറ്റു 12 മൈനസ് 2G അതുപോലെ തന്നെ എഴുതുക. കാരണം G കണ്ടുപിടിക്കണം. ഈക്വൽ ടു സ്മാൾ ലെറ്റർ L. സ്മാൾ ലെറ്റർ വീടിന്റെ നീളം. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റിനകത്ത് 1078. അപ്പൊ ഇത് ദിസ് ഈസ് ഈക്വൽ ടു 1078. അപ്പൊ ഇതിനകത്ത് G ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കറിയാം. അപ്പൊ ആ G കണ്ടുപിടിക്കണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകണം. എന്നാലും അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. വീണ്ടും 1512 മൈനസ് എന്നുള്ളത് അതുപോലെ എഴുതുക. എന്നിട്ട് 1512 2 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും നോക്കുക. എത്ര കിട്ടുമെന്ന് പറയുക ആൻസർ. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. 336. 336. എല്ലാവർക്കും കിട്ടിയോ? കാൽക്കുലേറ്റർ ചെയ്യാം. ഒറ്റ ജസ്റ്റ് ഇത് ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 336. ഇനി 1512 ഡിവൈഡഡ് ബൈ 9 അഗൈൻ ഡിവൈഡഡ് ബൈ 12. അല്ലെങ്കിൽ 108 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1512 108 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 12 ഗുണം 9 = 108. 1512 ഡിവൈഡഡ് ബൈ 108 എന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ 1512 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വീണ്ടും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 14. എല്ലാരും കിട്ടിയോ? അത് നോക്കി എഴുതരുത്, സ്വന്തമായിട്ട് ചെയ്യണം. ഏറ്റവും എളുപ്പമാണ് നോക്കി എഴുതാൻ. സ്ക്രീനിൽ വരുമ്പോൾ നോക്കി എഴുതുന്ന എളുപ്പമാണ്. അത് എല്ലാവരും അവർ സ്വന്തമായിട്ട് ചെയ്യുക. മൈനസ് 2G അതുപോലെ എഴുതണം. മൈനസ് 2 ഇൻറ്റു G = 1078. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതി പോകണം, അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി ആദ്യത്തെ 3 കൂടെ ചെയ്യുക. 1512 നിന്ന് 336 കുറയ്ക്കുക, വീണ്ടും 14 കുറയ്ക്കുക. എത്ര കിട്ടും എന്നുള്ള അവിടെ എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ എത്ര കിട്ടും? 1162. 1162. അപ്പൊ ആ 3 സംഖ്യയ്ക്കും പകരം 1162 എഴുതാം. 1512 മൈനസ് 336 മൈനസ് 14 = 1162.
മൈനസ് ഇനി 2 into g അതുപോലെ എഴുതുക, ഈക്വൽ ടു 1078. ഓരോ സ്റ്റെപ്പായിട്ട് എഴുതണം. ഇനി ഇതിൽ നിന്ന് 2g കാണാം. നമുക്കറിയാം 10 നിന്ന് 2 കുറച്ചാൽ 8 ആണെങ്കിൽ 10 നിന്ന് 8 കുറച്ചാൽ 2 കിട്ടും. ഒരു 1762 നിന്ന് 2g കുറയ്ക്കുമ്പം 1078 കിട്ടുമെങ്കിൽ 1762 നിന്ന് 1078 കുറച്ചാൽ 2g കിട്ടും. അപ്പൊ 2g കാണാം. 2 into g 1762 മൈനസ് 1078 എന്ന് വരും. 84 കിട്ടും. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുക. അപ്പൊ അതിന് ജി ഇപ്പൊ ഇത് 2 into g ആണ്. ജി കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ പകുതി ജി സമം 84 divided by 2 സമം 42 സെന്റിമീറ്റർ. നമുക്ക് ഗമന നിയമത്തില് എല്ലാ അങ്കുലത്തിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അങ്കുലമാക്കണം. ഗമനത്തിന് അങ്കുലമാക്കണം. 42 divided by 3 14 അങ്കുലം കിട്ടും. കാരണം ഗമന നിയമത്തിലെ എല്ലാ അങ്കുലത്തിലാണ് തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഗമനം 14 അങ്കുലം കിട്ടും. ഇത് പരമാവധി ഗമനമാണ്. ഇതിൽ കൂടാൻ പാടില്ല. കുറയാം. നമുക്ക് ഇനി ഉത്തമമായ ഗമനം നമുക്ക് ഇത് കുറയാം, പക്ഷെ കൂടാൻ പാടില്ല. ഇത് പരമാവധി ഗമനമാണ് 14 അങ്കുലം. ഇതിൽ കൂടുതൽ ഗമനം കൊടുത്തു കഴിഞ്ഞാൽ വീട് കയറി പിശാച വീതിയിലോട്ടൊക്കെ കയറി വരും. ഇത്രയും ഈ ചെയ്തതിനകത്ത് സംശയമുള്ള ആർക്കുണ്ടോ? ഈ ഇപ്പൊ ഗമനം 14 അങ്കുലം ഇപ്പം കിട്ടിയത് അത് ഫൈനൽ ഗമനമല്ല, പരമാവധി ഗമനമാണ്. ഇതിൽ കൂടുതൽ ഗമനം വരാൻ പാടില്ല. സംശയം ആർക്കും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏത് സ്റ്റെപ്പാണ് സംശയം ചോദിക്കുക. ഓക്കെ. അപ്പൊ 14 അങ്കുലം പരമാവധി ഗമനം നമുക്ക് കിട്ടി. ഇനി ഗമന നിയമം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നേക്കുന്ന പിന്നെ കിഴക്കിനി, തെക്കിനി, വടക്കിനി, പടിഞ്ഞാറ് ഇതിൽ ഏതാ തന്നേക്കുന്നത്? ചോദ്യത്തില് വടക്കിനി എന്നാണ് തന്നേക്കുന്നത്. വടക്കിനിക്ക് ഏതൊക്കെ ഗമനമാകാം? ഗമന നിയമം 5, 13, 21. 5, 8, 13, 8, 21, 8, 29, 8, 37 ഇങ്ങനെ 5 മുതൽ 8 വീതം കൂട്ടി കൂട്ടി വരുന്ന ഏത് ഗമനവും നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോ ഇവിടെ നോക്കുക. ഇവിടെ 14 കൂടാൻ പാടില്ല. അപ്പൊ ഏതെടുക്കാം? 13. 5 എടുക്കാം. 5, 5, 5, 8, 13. അതില് 13 അങ്കുലം എടുക്കാം. 13 കൂടിയാ പിന്നെ 21. അപ്പൊ 14 കൂടി പോകും. അപ്പൊ ഇവിടെ 13 അങ്കുലം നമുക്ക് ഗമനം എടുക്കാം നീളത്തിന്. അപ്പം ജി എഴുതുക. ജി ഏത് ഡയറക്ഷനാണ്? 1512 ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനാണ്. 1512 എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് നീളമാണ്. അപ്പൊ അത് സമം. അപ്പൊ എത്ര കിട്ടും? ഫ്രം ദി ഇത് ആരോട്ട് എന്ന ഗമന നിയമം അനുസരിച്ച് എന്നുള്ളതാണ്. ഗമന നിയമം അനുസരിച്ച് 13 അങ്കുലം. സംശയമുണ്ടോ? എങ്ങനെയാണ് ഈ 13 അങ്കുലം കിട്ടിയെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പൊ ഇനി ആ 13 അങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കണം. 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 39 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഇതാണ് കിഴക്ക് പടിഞ്ഞാറ് ഗമനം. ഇതുപോലെ ഇനി തെക്ക് വടക്ക് ഗമനം കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് ഗമനം കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ തെക്ക് വടക്ക് ഗമനം കണ്ടുപിടിക്കണം. 39 സെന്റിമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് ഗമനമാണ്. അത് വീണ്ടും ഈ ഫോമിൽ ഉപയോഗിക്കണം. പക്ഷെ അവിടെ എല്ലിന് പകരം ബി ആയിരിക്കും. ക്യാപിറ്റൽ എല്ലിന് വരെ ക്യാപിറ്റൽ ബി, സ്മാൾ എല്ലിന് വരെ സ്മാൾ ബി. വാസ്തുമണ്ഡലത്തിന്റെ വീതിയും വീടിന്റെ വീതിയും. അപ്പൊ അത് എഴുതുക. അപ്പൊ നമുക്ക് ഗമനം തെക്ക് വടക്ക് കിട്ടും. അപ്പൊ അടുത്ത ഇത് എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഈ പേജ് കാണിച്ചിരിക്കുന്ന എല്ലാവരും എഴുതി കഴിഞ്ഞോ? കാര്യമില്ലല്ലോ. ഓക്കെ. അടുത്ത ഫോമില എഴുതുക. അതായത് തെക്ക് വടക്ക് ഗമനം കണ്ടുപിടിക്കാനുള്ള ഫോമില എഴുതുക. അത് ബി ആണ് എടുക്കേണ്ടത്. ബി മൈനസ് ബി ഇൻറ്റു 2/9 മൈനസ് ബി ഡിവൈഡഡ് ബൈ 9 into 12 മൈനസ് 2 into g ഈക്വൽ ടു സ്മാൾ ബി. മറ്റേ ആദ്യത്തെ ക്യാപിറ്റൽ ബി വാസ്തു മണ്ഡലത്തിന്റെ വീതി. ഇത് സ്മാൾ ബി എന്ന് പറഞ്ഞാൽ വീടിന്റെ വീതി. അതായത് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യാപിറ്റൽ ബി 1284. 1284. അപ്പൊ 1284 മൈനസ് അടുത്ത 1284 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. വീണ്ടും മൈനസ് അടുത്ത 1287 ഡിവൈഡഡ് ബൈ താഴെ 9 into 12 എന്ന് വരും. മൈനസ് 2 into g. അതുപോലെ എഴുതുക. ഈക്വൽ ടു സ്മാൾ ലെറ്റർ ബി. അപ്പൊ വീതി എത്രയാണ്? വീടിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. 950 സെന്റിമീറ്റർ. 950. ഇതിന്റെ അർത്ഥം 1284 സെന്റിമീറ്റർ വീതിയുള്ള വാസ്തുമണ്ഡലത്തിൽ
വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ പരമാവധി ഗമനം 1254 സെന്റിമീറ്റർ വീതിയുള്ള വാസ്തുമണ്ഡലത്തിൽ 950 സെന്റിമീറ്റർ വീതിയുള്ള വീട് വയ്ക്കണമെങ്കിൽ പരമാവധി ഗമനം എത്ര കൊടുക്കാം? അതാണ് ഈ ജി കണ്ടുപിടിക്കുന്നത്. ആ പരമാവധി ഗമനത്തിൽ കൂടുതൽ ഗമനം കൊടുക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ നീളത്തിൽ അങ്ങനെ ചെയ്തു, അത് കണ്ടുപിടിച്ചു. ഈ വീതിയുടെ ചെയ്യുകയാണ്. അപ്പൊ അതിന് 1254 മൈനസ് ആദ്യം അതുപോലെ എഴുതുക. ഇനി 1254 2 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഭാഗിക്കുക. എത്ര കിട്ടും? 285.33. 285.33. എല്ലാവർക്കും കിട്ടിയോ? അത് സ്വന്തമായിട്ട് ചെയ്തിട്ട് നോക്കണേ, വെറുതെ കേട്ടെഴുതരുത്. അടുത്ത 1287 ഡിവൈഡഡ് ബൈ 9 അഗൈൻ ഡിവൈഡ് ബൈ 12, അല്ലെങ്കിൽ 1287 108 കൊണ്ട് ഭാഗിക്കുക. 12 108. 11.88. 11.89 കിട്ടും. 8.9 മൈനസ് 2 × G അതുപോലെ എഴുതുക. സമം 950. ഇനി ആദ്യത്തെ 3 കൂടെ ചെയ്യുക. 1284 നിന്ന് 285.33 കുറയ്ക്കുക. അതിൽ നിന്ന് വീണ്ടും 11.89 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും നോക്കുക. കിട്ടിയൊരു പറയാം. 898. എത്ര? 898. 8 986.78. 986.78 എന്ന് കിട്ടും. കിട്ടിയോ? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നോക്കി എഴുതരുത്. മൈനസ് 2 × G ഈക്വൽ ടു 950. ഇപ്പൊ നേരത്തെ ചെയ്ത 2 × G എന്ന് പറഞ്ഞാൽ 986.78 മൈനസ് 950 എന്ന് വരും. 2 × G ഈക്വൽ ടു 986.78 മൈനസ് 950 കുറയ്ക്കുമ്പോൾ 36.78 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ അതിന് G കാണണം. 36.78 ഡിവൈഡഡ് ബൈ 2 18.39 സെന്റിമീറ്റർ. അതിനെ അങ്കുലം ആക്കണം. ഗമന നിയമത്തിൽ അങ്കുലമാണ്. 18.39 ഡിവൈഡഡ് ബൈ 3 6.13. പരമാവധി ഗമനം ഇത്രേ കൊടുക്കാവൂ. അതിന് സംശയം വല്ലതും പറഞ്ഞോ? ഓക്കെ. അപ്പൊ പരമാവധി ഗമനം ഇത്രേ കൊടുക്കാവൂ. 6.13 അങ്കുലയെ കൊടുക്കാവൂ. അപ്പൊ ഗമന നിയമപ്രകാരം അപ്പൊ എത്ര കൊടുക്കാം? 5. വടക്കിനി വീടാണ്. വടക്കിനി വീടിന് ഏറ്റവും കുറഞ്ഞ 5 ആണ്. 5 കഴിഞ്ഞാൽ പിന്നെ 5 8 13. ഇവിടെ 6 വരെ കൊടുക്കാവുള്ളൂ. അപ്പൊ 5 അങ്കുലേ കൊടുക്കാവുള്ളൂ. അപ്പൊ സമം. അപ്പൊ ഗമനം പിന്നെ തെക്ക് വടക്ക് ഗമനം സമം 5 അങ്കുലം. സമമല്ല, നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയത് ഗമന നിയമം അനുസരിച്ച് കിട്ടിയതായതുകൊണ്ടാണ് 6 കൊടുത്തേക്കുന്നത്. 5 അങ്കുലം സമം 15 സെന്റിമീറ്റർ. അപ്പൊ തെക്ക് വടക്ക് ഗമനം 15 സെന്റിമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് നേരത്തെ എത്ര കിട്ടിയത്? കിഴക്ക് പടിഞ്ഞാറ് ഗമനം 13. 39 സെന്റിമീറ്റർ. 39. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് ഗമനം 39 സെന്റിമീറ്ററും തെക്ക് വടക്ക് ഗമനം 15 സെന്റിമീറ്ററും കൊടുത്ത് വേണം വീടിന്റെ മധ്യം കാണാൻ, അതായത് ഗൃഹനാഭി കാണാൻ. ഇനി വീണ്ടും നമുക്ക് ആ പടത്തിലേക്ക് പോവാം. ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും? തെക്ക് വടക്ക് ഗമനവും കിഴക്ക് പടിഞ്ഞാറ് ഗമനവും കണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളെ പടത്തിൽ ഇത് മാർക്ക് ചെയ്യണം. അപ്പൊ ആ പടത്തിലോട്ട് പോവാം. വീണ്ടും പറഞ്ഞാൽ ഒന്നുള്ള വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഉണ്ട്, വരച്ചുണ്ട്.
അപ്പൊ നമുക്കിനി പിന്നെ കിഴക്ക് പടിഞ്ഞാറ് ഗമനം അറിയാം, തെക്കോടക്ക് ഗമനം അറിയാം. അപ്പൊ ഈ മധ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഇത് വടക്കിനി എന്നാണ് തന്നിരിക്കുന്നത്. വീട് വടക്കിനി ആകുമ്പം ഗ്രഹമധ്യം ഏത് ഭാഗത്ത് വരാം? ഗ്രഹനാഭി ഏത് ഭാഗത്ത് വരാം? ആദ്യം നോക്കണം. സൗത്ത് സൈഡിലേക്ക് മാറണം സാറേ. സൗത്ത് സൈഡിലേക്ക് മാറിയിട്ട് കേട്ടില്ല. വടക്കിനി ആയതുകൊണ്ട് തെക്കോട്ട് മാറിയിട്ട് വേണ്ട വെക്കാൻ. തെക്കേ ദിശയിലേക്ക് വടക്കോട്ട് എന്ന് പറഞ്ഞാൽ പോരാ. 4 ഇതുണ്ട്. അതായത് നമുക്കിവിടെ ഈശാനു ഖണ്ഡമുണ്ട്, നിരുതി ആദ്യം ശ്രദ്ധിക്കുക, പിന്നെ പറയാം. നമുക്ക് 4 ഖണ്ഡങ്ങളുണ്ട്. ഒന്ന് ഈശാന്യ ഖണ്ഡം, ഒന്ന് നിരുതി ഖണ്ഡം, ഒന്ന് അഗ്നിഖണ്ഡം, ഒന്ന് വായുഖണ്ഡം. ഈ 4 ഖണ്ഡത്തിൽ ഏത് ഖണ്ഡത്തിൽ ഗ്രഹനാഭി വരാം? വടക്കിനിയാണെങ്കിൽ ഈശാന്യമൂലയുടെ ഭാഗത്തോട്ട് മാറിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം വീട് നമ്മൾ നീങ്ങി നിൽക്കേണ്ട ഈശാന്യമൂലയുടെ ഭാഗത്തോട്ട് നിൽക്കുന്ന അത്യുത്തമം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ നമ്മള് നോക്കുക, പിന്നെ 756 വീടിന്റെ മധ്യം വന്നത്. വീടിന്റെ മധ്യമല്ല, വസ്തുവിന്റെ മധ്യം. അതായത് പിന്നെ മറ്റേ ബ്രഹ്മനാഭ്യം അല്ല, ബ്രഹ്മസൂത്രം മുകളിൽ നിന്ന് വരുന്നു, യമസൂത്രം വരുന്നു. ആ യമസൂത്രം നോക്കുക, 756 അല്ലേ? 756 കൂടെ നമ്മൾ ഏതാ കൂട്ടേണ്ടത്? പിന്നെ ഗമനം കൂട്ടണം. അത് തെക്ക് വടക്ക് ഗമനം കൂട്ടണോ, കിഴക്ക് പടിഞ്ഞാറ് ഗമനം കൂട്ടണോ? അതെങ്ങനെ? നമ്മുടെ 756 എന്നുള്ള ലൈൻ തെക്ക് വടക്കാണ്. അതിലൂടെ ഏത് കൂട്ടിയാൽ അടുത്ത 756 ഏത് കൂട്ടിയാൽ വരും? കിഴക്ക് പടിഞ്ഞാറ് കിഴക്കോട്ട്. അപ്പൊ അത് കിഴക്കോട്ട് എടുക്കണോ പടിഞ്ഞാറോട്ട് എടുക്കണോ? പടിഞ്ഞാറോട്ട് എടുത്താൽ കന്നിമൂലയുടെ ഭാഗത്തോട്ട് വരില്ലേ? ഈശാന്യമൂലയുടെ ഭാഗത്തോട്ട് വരണമെങ്കിൽ കിഴക്കോട്ട് എടുക്കണം അല്ലേ? സംശയമുണ്ടോ അത്? അപ്പൊ നമ്മൾ 756 പ്ലസ് എടുക്കണം. മേളിലോട്ട് പോകുന്നതോറും പ്ലസ് ആണ് ഈശാന്യമൂലയുടെ ഭാഗത്തോട്ട്. അപ്പൊ പ്ലസ് കിഴക്ക് പടിഞ്ഞാറ് ഗമനം എത്രയാണ് നമുക്ക് കിട്ടിയത്? 39. അപ്പൊ 756 പ്ലസ് 39 എത്ര കിട്ടും? 795. അപ്പൊ 795 ലൈൻ വരയ്ക്കണം. എവിടെ വരും നോക്കുക. ഇവിടെ 756 ഉണ്ട്, അത് കഴിഞ്ഞാൽ 840 ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് വരില്ല 795 അല്ലേ? 756 മുകളിൽ വരും, പക്ഷെ 840 താഴെ വരും. അപ്പൊ അവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. നോക്കുക, ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ അവിടെ വരയ്ക്കാൻ പോകുന്നു. അതാണ്ട് ഇവിടെ ഡോട്ടഡ് ലൈൻ വരച്ചു. ആ ഡോട്ടഡ് ലൈൻ 756 850 ഇടയ്ക്കാണ്. അതാണ് 795 എന്നത് മാർക്ക് ചെയ്യുക. 795 മാർക്ക് ചെയ്യുക. അപ്പോൾ ഡോട്ടഡ് ലൈൻ വരച്ചിട്ട് അത് 795 എന്ന് മാർക്ക് ചെയ്യുക എല്ലാവരും. സംശയമുള്ളവർ സ്ക്രീനിൽ നോക്കിക്കൊള്ളുക. 795 നമുക്ക് കിട്ടിയത്. അപ്പൊ അത് 756 കൂടുതലാണ്, 840 കുറവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേണം വരാൻ. അത് സംശയമില്ല, ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഗ്രഹനാഭി എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ, ഈ 795 വരുന്ന ലൈനിൽ എവിടെങ്കിലും ആയിരിക്കും ഗ്രഹനാഭി. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി നമുക്ക് ഇപ്പം തെക്ക് വടക്ക് ലൈൻ വരച്ചു, കിഴക്ക് പടിഞ്ഞാറ് ലൈൻ കൂടെ വരണം. അതിനെന്ത് ചെയ്യണം? 15 സെന്റിമീറ്റർ കൂട്ടണം. 642 കൂട്ടണം. 642 കൂട്ടണം. അപ്പൊ 642 പ്ലസ് എത്രയാണ്? പിന്നെ ഗമനം 15. 657. അപ്പൊ 657 വരും. അപ്പൊ 657 എവിടെ വരും? 642 713 ഇടയ്ക്ക്. ആ കറക്റ്റ്. 642ന്റെയും 713 ഇടയ്ക്ക് വരും 657. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. നമുക്ക് ഇവിടെ വരയ്ക്കാൻ പോകുന്നു. ഇവിടെ ഡോട്ടഡ് ലൈൻ വരച്ചു. 642ന്റെയും 713 ഇടയ്ക്ക് ഡോട്ടഡ് ലൈൻ വരച്ചു. അപ്പൊ അതിനെത്ര, അതിന്റെ അളവ് എത്രയാണ്? 657. 657 അത് മോളി അളവ് കൊടുക്കുക. 657 മോളി കൊടുത്തിട്ടുണ്ട്, ആരോ ഇട്ട് കൊടുക്കുക. ആ ഡോട്ടഡ് ലൈനാണ് 657. അത് രണ്ടും കൂടെ ചേരുന്നതാണ് ഗ്രഹനാഭി. അപ്പൊ ആ ഗ്രഹനാഭി നമ്മൾ മാർക്ക് ചെയ്യുക. ഇതാ അവിടെ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു ഇത് വന്നു. ആ ചുവന്ന നിറത്തിൽ കാണുന്നതാണ് ഗ്രഹനാഭി. ഗ്രഹത്തിന്റെ മധ്യം, വീടിന്റെ മധ്യം അതാണ്. ഇനി വീടിന്റെ മധ്യം കിട്ടി. ഇനി വീടിന്റെ 4 വശങ്ങൾ കാണണം.
നമുക്ക് വീടിന്റെ നീളവും അറിയാം, വീതി അറിയാം. അപ്പം മധ്യത്തിൽ നിന്ന് നീളത്തിന്റെ പകുതി കുറച്ച് കഴിഞ്ഞാൽ നീളത്തിന്റെ ഒരറ്റം കിട്ടും, പിന്നെ പകുതി കൂട്ടിയാൽ വേറൊരറ്റവും കിട്ടും. മധ്യം കിട്ടിക്കഴിഞ്ഞാൽ നീളവും വീതി അറിയാമെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാമല്ലോ. നോക്കുക, ഒരു ആരോ വന്നിരിക്കുന്നത് നോക്കി, അവിടെ ഇടത്തെ അറ്റം ഇടത്തുവശം മുകളിലായിട്ട് ഒരു ആരോ വന്ന് 2 ആരോ അവിടെ വന്നിട്ടുണ്ട്. ആ ആരോയിൽ ഓരോ ഇത് എന്തോന്ന് പറയാമോ? അത് ഒന്ന് 7 എഴുതിയിരിക്കുന്നു, മറ്റേത് 5.94 എഴുതിയത്. എന്തുവാണെന്ന് അറിയാമോ? അത് ആരെങ്കിലും പറയാമോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളോ? ഇത് 2 ആരോ വന്നിട്ടുണ്ട്, 90 ഡിഗ്രിയിൽ 2 ആരോ വന്നിരിക്കുന്നു. ഒന്നിനകത്ത് 7 എഴുതിയിട്ടുണ്ട്, മറ്റേതിനകത്ത് 5.94 എഴുതിയിട്ടുണ്ട്. രണ്ടും എന്താണ്? ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം. ഇതൊക്കെ ഇത് കാണിക്കണം, ഈ പടത്തിൽ കാണിച്ചിരിക്കണം. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് വരച്ചിരുന്ന ഓരോ വരകളും, ഈ നാടികൾ കിഴക്ക് പടിഞ്ഞാറുള്ള 10 ലൈനുണ്ട്, തെക്ക് വടക്ക് 10 ലൈനുണ്ട്, പിന്നെ ചരിഞ്ഞ രജുക്കളുണ്ട്. ഇതെല്ലാം എനർജി ലൈൻസ് ആണ്. ഈ ലൈൻസിൽ കൂടെ ഒക്കെ എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്, ഊർജ്ജ പ്രവാഹമുണ്ട്. അപ്പൊ ഈ ഊർജ്ജ പ്രവാഹത്തിനൊരു വീതിയുണ്ട്. ഒരു ലൈൻ മാത്രമല്ല, ഒരു വീതി കാണും. ആ വീതിക്ക് എന്താ പറയുന്നത്? ആരും പറയാമോ? ഊർജ്ജ പ്രവാഹത്തിന്റെ വീതിക്ക് എന്താണ് പേര് പറയുന്നത്? ആർക്കും അറിയില്ല, പഠിച്ചതാണ്. ഊർജ പ്രവാഹത്തിന്റെ വീതിക്ക് ഹലോ അതിൽ ഒരാൾ പറയാ, സൂത്രവീതി കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ പഠിച്ചതാണ്. സൂത്രവീതി, സൂത്രം എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എനർജി ഫ്ലോയുടെ വീതിക്കാണ് സൂത്രവീതി. അപ്പൊ എനർജി ഫ്ലോയുടെ വീതി സൂത്രവീതി എന്ന് പറയും. അപ്പൊ ഈ ഓരോ നാഡിയിലും ഈ സൂത്രവീതി ഉണ്ട്. ഓരോ നാഡിയിലും രജുവിലും എല്ലാം ഈ സൂത്രവീതിയിൽ അത്രയും ഘനത്തിലാണ് എനർജി ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അളവാണ് ഈ കൊടുത്തേക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ സൂത്രവീതി എങ്ങനെ കണ്ടുപിടിക്കും? പരമശായിക പദവിന്യാസ പ്രകാരം സൂത്രവീതി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആരും പറയാമോ? പരമശായിക പദവിന്യാസത്തിൽ സൂത്രവീതി എങ്ങനെ കണ്ടുപിടിക്കാം? പഠിച്ചതാണ് നമ്മൾ. ഇത് റിവിഷനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സാണ് ഞാൻ അത് പറഞ്ഞു തരും. പക്ഷെ ഇതിപ്പം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് സൂത്രവീതി കണ്ടുപിടിക്കുന്നത്? ആർക്കും അറിഞ്ഞുകൂടാ. ആദ്യം വാസ്തുമണ്ഡലത്തിന്റെ അളവ്, വാസ്തുമണ്ഡല വിസ്താരത്തിന് 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ പദവിസ്താരം കിട്ടും. പദവിസ്താരത്തിന് എന്ത് ചെയ്താൽ സൂത്രവീതി കിട്ടും? 12 കൊണ്ട് ഭാഗിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. വാസ്തുമണ്ഡല വിസ്താരം അല്ലെങ്കിൽ വാസ്തുമണ്ഡല ദീർഘം ഏതായാലും അതിനെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ പദവിസ്താരം കിട്ടും. പദവിസ്താരത്തിന് പരമശായിക പദവിന്യാസത്തിൽ പദവിസ്താരത്തിന് 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടും. അതൊക്കെ മറക്കരുത്, എപ്പോഴും തലയ്ക്കാതിരിക്കണം. അതൊക്കെ ഏത് ഉറക്കത്തിൽ വിളിച്ചാലും നമ്മൾ പറയണം സൂത്രവീതി കണ്ടുപിടിക്കുന്നത്. വാസ്തുമണ്ഡലത്തിന്റെ അളവിനെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു പദത്തിന്റെ വീതി കിട്ടും. ആ പദത്തിന്റെ വീതിയെ 12 കൊണ്ട് വീണ്ടും ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടും. ആ സൂത്രവീതിയുടെ പകുതിയാണ് ഈ എഴുതിയേക്കുന്നത്. കാരണം നാഡിയുടെ ഓരോ നാടി കൂടെ സൂത്രവീതി ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ പകുതി ഒരു വശത്തും പകുതി മറ്റേ വശത്തുമാണ്. ആ പകുതിയാണ് നമ്മൾ 7. അപ്പൊ നിങ്ങൾ നോക്കുക, 1512 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ 9 കൊണ്ട് ഭാഗിക്കുക, വീണ്ടും പിന്നെ 12 കൊണ്ട് ഭാഗിക്കുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. എത്ര കിട്ടും നോക്കൂ? 1507 കിട്ടും. അതാണ് ആ 7 എഴുതിയേക്കുന്നത്. അതുപോലെ 1284 9 കൊണ്ട് ഭാഗിച്ച് വീണ്ടും 12 കൊണ്ട് ഭാഗിച്ച് വീണ്ടും 2 കൊണ്ട് ഭാഗിക്കണം. സൂത്രവിധി കാണണം. 7 12 1284 വീതിയെ കണ്ടുപിടിച്ച് നോക്കൂ, എത്ര കിട്ടും നോക്കൂ. 1284 വാസ്തുമണ്ഡലത്തിന്റെ വീതി. അപ്പൊ ആ ഡയറക്ഷനിലുള്ള സൂത്രവീതിയുടെ പകുതി കാണണം. 11 അങ്ങനെ 5.94 5.94. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം. 1284 ഡിവൈഡഡ് ബൈ 9. അപ്പൊ പദവിസ്താരം കിട്ടും. വീണ്ടും ഡിവൈഡഡ് ബൈ 12. അപ്പൊ സൂത്രവീതി കിട്ടും. സൂത്രവീതിയുടെ പകുതി കിട്ടാൻ 2 കൊണ്ട് ഭാഗിക്കണം. ക്ലിയർ ആയോ? 5.94 കിട്ടിയോ എല്ലാവർക്കും? അതാണ് അവിടെ ആരോ ഇട്ട് കാണിക്കണം. ഇതൊക്കെ കാണാൻ എപ്പോഴും നമുക്കിനി വീടിന്റെ പ്ലാനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എപ്പോഴും കാണാം. അല്ലെങ്കിൽ ഇനി ഒന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും വീണ്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് 2 ആരോ ഇങ്ങനെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കിഴക്ക് പടിഞ്ഞാറുള്ള സൂത്രവീതി 7, സൂത്രവീതിയുടെ പകുതി. തെക്ക് വടക്കുള്ള സൂത്രവീതിയുടെ പകുതി 5.94 ആണ്. ആ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഇതിനകത്ത് കാണിക്കണം. അപ്പൊ ഇത് ആ 2 ആരോ ഇട്ടത് കാണിക്കുക.
കാരണം ഇനി വീടിന്റെ ഭിത്തിയൊക്കെ ഇതിനകത്ത് വരുമ്പോൾ ഭിത്തിയും പിന്നെ ഈ നാടികളുമായിട്ടുള്ള സൂത്രവീതിയിലോട്ട് കയറി വരാൻ പാടില്ല. ഭിത്തിയും തൂണും ഒന്ന് സൂത്രവീതി കയറി വരാൻ പാടില്ല. അതുകൊണ്ട് സൂത്രവീതി അറിഞ്ഞിരുന്നാലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്തായിട്ടുള്ള ചെയ്യട്ടെ, വീടിന്റെ 4 വശങ്ങൾ കാണണം. മധ്യം കണ്ടു. ഇനി വീടിന്റെ മധ്യം ആ ചുവന്ന നടുക്ക ചുവന്ന സർക്കിൾ പോലെ കിടക്കുന്നതാണ് മധ്യം, വീടിന്റെ മധ്യം, അല്ലെങ്കിൽ ഗ്രഹനാഭി. ഇനി ഗ്രഹത്തിന്റെ 4 വശം എങ്ങനെ കിട്ടും? ആരെങ്കിലും പറയാമോ? ഇപ്പൊ ഗ്രഹത്തിന്റെ കിഴക്കേ അറ്റം ശ്രദ്ധിക്കുക. ഗ്രഹത്തിന്റെ കിഴക്കേ അറ്റം എങ്ങനെ കിട്ടും? വീടിന്റെ ഗ്രഹത്തിന്റെ നീളത്തിന്റെ പകുതി കുറയ്ക്കണം. എവിടുന്ന് ഏതെന്ന് പറയാ, നമ്പറോടെ പറയൂ. ഏതിന്റെ കൂടെ കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം അത് പറയണം. അത് ചുമ്മാ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഏതിന്ന് കുറയ്ക്കും അല്ലെങ്കിൽ ഏതിന്ന് കൂട്ടും? 1078ന്റെ പകുതി അതായത് അപ്പൊ അത് 1075 എന്തുവാണ്? വീടിന്റെ നീളം 1078 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇടതുവശത്ത് നോക്കുക. L/2 എത്രയാണ്? അപ്പൊ L/2 എത്രയാണെന്ന് എഴുതണം. അതായത് വീടിന്റെ നീളത്തിലെ 2 കൊണ്ട് ഭാഗിച്ചത് അവിടെ എഴുതണം. ഇവിടെ വന്നിട്ടുണ്ട് L/2 539 അല്ലേ? അതുപോലെ B/2 അവിടെ എഴുതണം. B/2 എത്ര വരും? വീടിന്റെ വീതി ഡിവൈഡഡ് ബൈ 2. വീതി തന്നിട്ടുണ്ട് ക്വസ്റ്റില്. അപ്പൊ അതിന് 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 475. അപ്പൊ നീളത്തിന്റെ പകുതിയും വീതിയുടെ പകുതിയും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഗ്രഹനാഭിയിൽ നിന്നും കിഴക്കോട്ടുള്ളത് ആഡ് ചെയ്യും, പടിഞ്ഞാട്ടുള്ളത് കിഴക്കോട്ടുള്ള ഏത് ആഡ് ചെയ്യണം? അത് പറയും. കിഴക്കോട്ടുള്ളത് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ പോരാ. 1512ന്റെ അവിടെ ഇപ്പൊ വന്നിരിക്കുന്ന 795 കൂടി നോക്കൂ, ക്ലിയർ അല്ലേ? 795 നോക്കുക, എത്ര നോക്കൂ. നമ്മുടെ ഇതിനകത്തുണ്ട് L/2 B/2 ഉണ്ട്. 795 എന്ന് പറഞ്ഞാൽ അതല്ല, അത് ഗ്രഹമധ്യമാണ്. ആ ഗ്രഹമധ്യത്തിൽ നിന്ന് കൂട്ടുമല്ലേ വേണ്ടേ? ഏത് കൂട്ടണം? 539 കൂട്ടണം. L/2 അതായത് നീളം എന്ന് പറയുന്നത് പിന്നെ 1510 കിഴക്ക് പടിഞ്ഞാറാണ് വീടിന് നീളമുള്ളത്. അപ്പൊ 795ന്റെ കൂടെ 539 കൂട്ടണം. അപ്പൊ നമുക്ക് വീടിന്റെ കിഴക്കേറ്റം കിട്ടും. ആർക്കും സംശയം ഉണ്ടോ? അത് മധ്യത്തിൽ നിന്നും ഗ്രഹത്തിന്റെ മധ്യത്തിൽ നിന്നും ഗ്രഹത്തിന്റെ പകുതി കൂട്ടണം. നീളത്തിന്റെ പകുതി കൂട്ടണം. നീളത്തിന്റെ പകുതിയാണ് L/2 539. അപ്പം 795 ഇടത്തുവശത്ത് നോക്കുക. 795 പ്ലസ് 539 1334. അതാണ് വീടിന്റെ കിഴക്കേ അറ്റം. അത് എവിടെ വരും? 1344 താഴത്തെ ലൈനിൽ വരും. തൊട്ട് താഴെ വരും. 1347 തൊട്ട് താഴെ 1776 മുകളിലായിട്ട് ഈ 1347 അടുത്തായിട്ട് വരും. അപ്പൊ അവിടെ ലൈൻ വരയ്ക്കുക. അതുകൊണ്ട് ഒരു ലൈൻ വരച്ചു, ടോട്ടൽ ലൈൻ വരച്ചു. അതിന് ആ അളവ് എഴുതുക 1334. അതെല്ലാരും വരച്ച് ആ അളവ് എഴുതുക. ഇതാണ് വീടിന്റെ കിഴക്കേ അറ്റം. ഇനി അടുത്ത പടിഞ്ഞാറേ അറ്റം കാണുക. ഇത് വരച്ചു കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത് വരച്ചു കഴിഞ്ഞിട്ട് പടിഞ്ഞാറേ അറ്റം കാണുക. പടിഞ്ഞാറേ അറ്റം എങ്ങനെ കാണും? അത് 795 539 കുറയ്ക്കണം. 795 539 കുറയ്ക്കാം. അല്ലെങ്കിൽ ഈ 1337 വീടിന്റെ നീളവും കുറച്ചാലും മതി അല്ലേ? ഒന്നുകിൽ 1337 വീടിന്റെ നീളം എത്രയാണ്? 78. അപ്പൊ 1337 മൈനസ് 1078 അവിടെ ഇടതുവശം എഴുതിയിട്ടുണ്ട്. 1334 കിഴക്കേ അറ്റം. അതിൽ നിന്ന് വീടിന്റെ നീളം കുറയ്ക്കണം. 1078 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 256 കിട്ടും. അപ്പൊ 256 ഒരു ലൈൻ വരയ്ക്കുക. 256 എവിടെ വരും? 168നും 336 ഇടയ്ക്ക്. 168നും 336 ഇടയ്ക്ക് വരും. അപ്പൊ അവിടെ ലൈൻ വരയ്ക്കുക. ആ ലൈനിന് 256 എഴുതുക. അതാണ് പടിഞ്ഞാറേ അറ്റം. അപ്പൊ കിഴക്കേ അറ്റവും കിട്ടി, പടിഞ്ഞാറേ അറ്റവും കിട്ടി. അതുപോലെ ഇനി വടക്കേ അറ്റവും തെക്കേ അറ്റവും കണ്ടുപിടിക്കണം. വടക്കേ അറ്റം എങ്ങനെ കണ്ടുപിടിക്കും? വടക്കേ അറ്റം എങ്ങനെ കണ്ടുപിടിക്കും? 657 657 ആദ്യം ആഡ് ചെയ്യാം. 475 കൂട്ടണം.
വീതിയുടെ പകുതി B/2 475 അപ്പോൾ ഗ്രഹമധ്യം അതായത് 657 കൂടെ 657 475 കൂട്ടണം. വളരെ ക്ലിയർ ആണ്. മധ്യം അറിയാമെങ്കിൽ വീടിന്റെ പകുതി കൂട്ടണം. അവിടെ നോക്കുക, ഇടതുവശത്ത് നോക്കുക. 657 പ്ലസ് 657 മധ്യം. വീതിയുടെ പകുതി എന്ന് പറയുന്നത് 475. അത് കൂട്ടണം. 1132. 1132 കിട്ടും. അത് എവിടെ എവിടെ വരും? 967-നും 1141 ഇതിന്റെ ഇടയ്ക്ക് വരും. 998.67 1141.33 ഇടയ്ക്ക് ഡോട്ടർ ലൈൻ ഇടുക. അത് ഇവിടെ വന്നു, ഡോട്ടർ ലൈൻ വന്നു. അതിന് 1132 അളവ് കൊടുക്കുക. ആ അളവോടെ മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വടക്കേ അറ്റം കിട്ടി. ഇനി തെക്കേ അറ്റം കൂടെ കിട്ടിയാൽ മതി. തെക്കേ അറ്റം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് നേരെ 950 കുറച്ചാൽ മതി. നേരെ വീടിന്റെ വീതി കുറയ്ക്കുക. 1132 മൈനസ് 950. കറക്റ്റ്. അപ്പൊ എത്ര കിട്ടും? 182. അതെവിടെ വരും? എവിടെ വരും? 142-നും 285-നും ഇടയ്ക്ക് വരും. 142.67 285.33 ഇടയ്ക്ക് ഒരു ഡോട്ടഡ് ലൈൻ ഇടുക. അതിന് നമ്മൾ 182 അളവ് എഴുതുക. ഇപ്പൊ 4 വശവും കിട്ടി. ഇനി അതൊരു വേറെ കളർ കൊടുക്കുക. ചുവന്ന നിറത്തിലൊരു കളർ കൊടുക്കുക. 4 വശവും കിട്ടിക്കഴിഞ്ഞു വീടിന്റെ. അതായത് ഒന്ന് ഇവിടെ വന്നു, ആ ചുവന്ന ലൈൻ വന്നേക്കുന്നു. കിഴക്ക് വശം വന്നു, ഇപ്പൊ തെക്ക് വശം വന്നു ചുവന്ന ലൈൻ. ഇപ്പൊ പടിഞ്ഞാറ് വശം ചുവന്ന ലൈൻ വന്നു, വടക്ക് വശത്തും വന്നു. ആ ചുവന്ന ലൈനിൽ കാണുന്നതാണ് വീട്. ഏറ്റവും ഉത്തമമായ സ്ഥാനത്തുള്ള വീട് ആ ചുവന്ന ലൈനിൽ കാണുന്നതാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ എഴുതണം. ഇത്രയും ചെയ്ത് ഇത് വരയ്ക്കുക, വീട് വരയ്ക്കുക. കളർ കൊടുക്കണമെന്നുണ്ടോ പടം നമ്മൾ എക്സാമിന്? നിർബന്ധമില്ല നമ്മൾ, പക്ഷേ നിർബന്ധമില്ല. പക്ഷെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഉണ്ടെങ്കിൽ ഒരു ചുവന്ന പേനയല്ലോ ഉണ്ടെങ്കിൽ അവിടുന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പൊ എളുപ്പമാണ്. അത് ഈ ഡോട്ടർ ലൈൻ ജോയിൻ ചെയ്യുന്നത് ചുവന്ന പേനയിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ പിന്നീട് ഒരിക്കൽ നോക്കുമ്പോഴും ആ വീട് എവിടെ വരുന്നുള്ള ഒറ്റ നോളജ് പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റേ കുറെ ഡോട്ടർ ലൈനെ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ പിടികിട്ടിയൊന്നും വരില്ല. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ എഴുതാറുണ്ട്. ഒരു സെന്റൻസ് കൂടെ എഴുതാം. എന്തുകൊണ്ട് ആർക്കും ഓർമ്മയുണ്ടോ? സ്ഥാനം കുറിക്കുക എന്ന് പറയും. സ്ഥാനം കുറിക്കണം. ഇനി ഇപ്പൊ നമ്മൾ സ്ഥാനം എല്ലാം മനസ്സിലാക്കി, പക്ഷെ അത് കുറിച്ചു കൊടുക്കണം. ബ്രഹ്മനാഭിയിൽ നിന്നും ഗൃഹനാഭിയിലേക്കുള്ള ദൂരം അല്ല, അതല്ല കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാൻ ഒക്കില്ല. ബ്രഹ്മനാഭിയുടെ കന്നിമൂലയിൽ നിന്നും ഗൃഹനാഭിയുടെ കന്നിമൂലയുടെ ബ്രഹ്മനാഭിയുടെ കന്നിമൂല അങ്ങനെ വരും. ബ്രഹ്മനാഭിക്ക് കന്നിമൂലയില്ലല്ലോ. ബ്രഹ്മനാഭി ഒരു പോയിന്റ് ആണ്, മധ്യമാണ്. അല്ല സോറി, ഇതിന്റെ വാസ്തുമണ്ഡലത്തിന്റെ അതെ കന്നിമൂലയിൽ നിന്നും വീടിന്റെ കന്നിമൂലയിലേക്കുള്ള ദൂരം അതെങ്ങനെ കൊടുക്കും? എങ്ങനെ പറയും? വാസ്തുമണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും 182 സെന്റിമീറ്റർ വടക്കോട്ടും 256 സെന്റിമീറ്റർ കിഴക്കോട്ടും വീടിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം. അങ്ങനെ പറയണം. അതാ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ വളരെ നല്ലതായി. കാരണം പിന്നെ അതായത് വാസ്തുമണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും 182 സെന്റിമീറ്റർ കിഴക്കോട്ടും 256 സെന്റിമീറ്റർ വടക്കോട്ടും മാറി ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം അതാണ് കുറിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിതാ ഇവിടെ നോക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത കണക്കാണ് കണ്ടത്. ക്വസ്റ്റ്യൻ: വാസ്തുമണ്ഡലത്തിലെ കന്നിമൂലയിൽ നിന്നും 182 സെന്റിമീറ്റർ വടക്കോട്ടും 256 സെന്റിമീറ്റർ കിഴക്കോട്ടും മാറി ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം. ഇതാണ് ആൻസർ. ഈ ആൻസർ ഇങ്ങനെ എഴുതണം. പരീക്ഷയ്ക്കായാലും ഇങ്ങനെ ഇത് എഴുതണം. മനസ്സിലായി കഴിഞ്ഞാൽ ഈസിയാണ് ഇത് ചെയ്യാൻ. പക്ഷെ അത് നിങ്ങൾ പഠിച്ച ആരെങ്കിലും നോക്കിക്കൊണ്ട് വരാത്തവർക്ക് കുറച്ച് ഇപ്പോഴും പുതിയ ആൾ പഠിക്കുന്ന പോലെ ഇരിക്കും. കുറെ ചെയ്തു നോക്കുക. എത്രത്തോളം നിങ്ങൾ ചെയ്തു നോക്കുന്നത് അത്രത്തോളം എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട്, അതെടുത്ത് വർക്കൗട്ട് ചെയ്യുക. പറയണം. കാരണം ഇത് ഈ കണക്കുകളൊക്കെ വായിച്ച് പഠിച്ചാൽ ശരിയാവില്ല.
നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ ആയാദി ഷഡ്വർഗങ്ങൾ ആയുഷ പക്ഷാന്തര റിവൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പരമാവധി നീളം പരമാവധി വീതി റിവൈസ് ചെയ്തു. ഉത്തമമായ നീളം ഉത്തമമായ വീതി റിവൈസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ സ്ഥാനം കാണുന്നത് റിവൈസ് ചെയ്തു. അപ്പൊ കണക്ക് പ്രധാനപ്പെട്ട എല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞു. സാർ ഇതിൽ ഈ നാഡികള് നമ്മള് 9 10 കണക്കാക്കുന്നത്? നാഡികൾ 10 ഉണ്ട്. 10 10 100. നാഡികൾ 10 10 അല്ല, അത് മർമ്മങ്ങളാണ് 100. നാഡികൾ എന്ന് പറഞ്ഞാൽ ഓരോ ലൈനുമാണ്. നാഡികൾ കിഴക്ക് പടിഞ്ഞാറ് 10 നാഡികളും തെക്ക് വടക്ക് 10 നാഡികളും, അങ്ങനെ 20 നാഡികൾ ഉണ്ടാകെ. പദങ്ങളാണെങ്കിൽ എത്ര വരും? എത്ര പദങ്ങളുണ്ട്? 9. 9 9 18. തെക്ക് വടക്ക് 9 പദങ്ങളും കിഴക്ക് പടിഞ്ഞാറ് 9 പദങ്ങളും. ആകെ പദങ്ങളുടെ എണ്ണം 18ആണ്. ആകെ നാഡികളുടെ എണ്ണം 20ആണ്. ആകെ പിന്നെ രജുക്കളുടെ എണ്ണം എത്രയാണ്? 8 രജുക്കൾ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. മർമ്മങ്ങളോ സാർ? മർമ്മങ്ങൾ 100. അതില് മഹാമർമ്മങ്ങൾ എത്രയാണ്? 4. ആകെ 100 മർമ്മങ്ങൾ. അതിൽ 4 മർമ്മങ്ങൾ മഹാമർമ്മങ്ങളും ബാക്കി 96 മർമ്മങ്ങൾ സാധാരണ മർമ്മങ്ങളുമാണ്. 4 മഹാമർമ്മങ്ങളുടെ മുകളിൽ തൂണോ വീടിന്റെ തൂണോ ഭിത്തിയോ വന്നാൽ അത് മഹാദോഷമാണ്. ബാക്കിയുള്ള മർമ്മങ്ങളുടെ മുകളിൽ തൂണോ ഭിത്തിയോ വന്നാൽ അത് സാമാന്യ ദോഷമാണ്. സാറേ പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ വാസ്തുശാസ്ത്രത്തിന്റെ ഉപദേഷ്ടാക്കളായ 18 ആചാര്യന്മാർ ആരെല്ലാമാണ്? അത് നമുക്ക് പഠിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മള് ദിവസം ആദ്യ ശ്ലോകം ചൊല്ലില്ല, ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദോ നഗ്നജിജ്ജൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈന വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. ആ 18 പേരുടെ പേര് അതിൽ പറഞ്ഞിട്ടുണ്ട്. സാറേ അതൊന്ന് എഴുതി തരണം. അതിപ്പോ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടാണ് ചോദിക്കാൻ ഇടവന്നത്. അത് തന്നെ ആ പദ്യത്തിൽ നോക്കിയെടുക്കുക. ഒന്നാമത്തെ ബുക്കിൽ ആദ്യത്തെ പേജിലുണ്ട്. ആദ്യത്തെ പേജ്, ഒന്നാമത്തെ പുസ്തകത്തിൽ ആദ്യത്തെ പേജിലുണ്ടത്. ഭൃഗർ അത്രി വസിഷ്ഠൻ, ആ പേരുകൾ അങ്ങനെ എല്ലാ 18 പേരും കിടപ്പുണ്ട്. ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാവ് മയൻ, ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദൻ നാരദോ നഗ്നജിത് ചെയ്വ, നാരദൻ നഗ്നജിത്ത് വിശാലാക്ഷൻ, നാരദോ നഗ്നജിത് ചെയ്വ വിശാലാക്ഷ പുരന്ദരൻ, പിന്നെ ബ്രഹ്മൻ. ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദോ നഗ്നജിത് ചെയ്വ വിശാലാക്ഷ പുരന്ദരഃ. ബ്രഹ്മനും കുമാരനും 2 പേരാണ്. ബ്രഹ്മകുമാരൻ എന്ന് വായിക്കരുത്, ബ്രഹ്മകുമാരൻ നിർത്തി വായിക്കണം. ബ്രഹ്മ മഹർഷിയും കുമാര മഹർഷിയും വേറെയാണ്. അപ്പൊ ബ്രഹ്മകുമാരൻ 2 പേരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 18 പേരുടെ പേരും അതിനകത്തുണ്ട്. ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത 5ആയി. ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മ കുമാരോ നന്ദിശക നന്ദിശൻ ശൗനകൻ ഗർഗൻ ശൗനകോ ഗർഗ. അപ്പൊ വസിഷ്ഠൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വന്ന് ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശക ശൗനകോ ഗർഗ ഏവജ ഗർഗൻ ശൗനകോ ഗർഗ ഏവജ വാസുദേവോ. അപ്പൊ അങ്ങനെ അവസാനം വന്ന് എത്ര പേരെ നോക്കി സംശയമുണ്ടോ ആർക്കെങ്കിലും? 18 പേരുടെ പേര് കിട്ടിയോ? വേണമെങ്കിൽ എഴുതി നോക്കണം. അതിനൊന്ന് എഴുതി വെക്കണേ ആ 18 പേരുടെ പേര്. 19 ആവുന്നു സാർ. ഇത് 19 ആവില്ല, 18 ഉള്ളൂ. ഏതൊക്കെ? കേട്ടില്ല കേട്ടില്ല. അവരുടെ പേര് ഇതിലുണ്ടോ ചോദിക്കുക, ബുക്കിലുണ്ടോ? 18 പേരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ ആദ്യത്തെ പേജിലുണ്ട്. അത് ശ്ലോകം കണ്ടു. ആ ശ്ലോകത്തിൽ എല്ലാവരുടെയും പേരുണ്ട്. അതിൽ നിന്നാണ് എടുക്കേണ്ടത്. പേരുണ്ടോ? പേര് എഴുതിക്കോളൂ. അത് നോക്കി എഴുതി നോക്കൂ. നിങ്ങൾ തന്നെ എഴുതി നോക്കൂ. ഭൃഗു അത്രി വസിഷ്ഠസ്യ ഭൃഗർ മഹർഷി, അത്രി മഹർഷി, വസിഷ്ഠ മഹർഷി, അങ്ങനെ എല്ലാ മഹർഷിമാരാണ് അവരെല്ലാരും. വിശ്വകർമാവ് മയൻ. ഭൃഗർ അത്രി വസിഷ്ഠസ്യ ഭൃഗർ അത്രി വസിഷ്ഠൻ 3, വിശ്വകർമാവ് മയൻ 5, ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദൻ നഗ്നജിത്ത്.
അപ്പൊ 5 × 2 7. വിശാലാക്ഷൻ 8, പുരന്ദരൻ 9, ബ്രഹ്മൻ കുമാരൻ എത്രയായി? 11. പിന്നെ അടുത്തത് നന്ദീശ, 12, ആ, ശൗനക് കന്നക, 13, ഗർഗ, ഗർഗ ഗർഗൻ. 14, ഗർഗന്റെയാണ് ഗർഗ മഹർഷി. ഏവക 15, അനിരുദ്ധ 16, തഥാ ശുക്ര ബ്രഹ്മസ്തി 18 കിട്ടിയോ? കിട്ടി. ബൃഹസ്പതിയാണ് അവസാനം. ചിലപ്പം ഇത് മത്സ്യപുരാണത്തിലുള്ളതാണ്. മത്സ്യപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആചാര്യന്മാരിൽ രണ്ടാമത്തെ ആചാര്യന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രി മഹർഷി. അത് അങ്ങനെയും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ മഹർഷിയുടെ പേര് മത്സ്യപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന 18 മഹർഷിമാരിൽ മൂന്നാമത്തെ മഹർഷി ആരാണ്? ഈ പദ്യം അറിയാമെങ്കിൽ ഇതെല്ലാം അറിയാം. മൂന്നാമത്തെ മഹർഷി ബൃഹർ, അത്രി, വസിഷ്ഠൻ. മൂന്നാമത്തെ വസിഷ്ഠനാണ്. എന്തെങ്കിലും 9:53 എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പഠിച്ചതിലോ അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലോ ഉള്ള ഡൗട്ട് ചോദിക്കാം. സാർ, ഈ വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് പിന്നെ പരമാണു അല്ലേ? പരമാണു. അപ്പൊ ഏറ്റവും വലിയ അളവ് ഏതാണ്? പറയൂ. യോജന കണ്ടില്ലേ? യോജന. ഓക്കെ. 23. യോജന 14 കിലോമീറ്റർ കൂടുതൽ വരും. 23 സംതിങ്. സോറി, 24 കിലോമീറ്ററോളം വരും. ഉദ്ദേശം 23 കൂടുതൽ വരും. ഓക്കെ. അതാണ് വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും വലിയ അളവ്. ഏറ്റവും ചെറുത് പരമാണു. ഏതായാലും കുറച്ചു പേരെങ്കിലും ക്വസ്റ്റ്യൻ നോക്കി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വളരെ നല്ലതാണ്. എല്ലാവരും നോക്കുക. കാരണം ഇത് ഒന്നുമില്ല, പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷെ പഠിക്കണം. ക്ലാസ് എടുത്തുകൊണ്ട് മാത്രം കാര്യമായില്ല. സംശയങ്ങൾ ചോദിക്കാം. ഇതിപ്പോ ചോദിച്ച പോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇനി സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു ക്ലാസ്സോട് നമ്മുടെ ക്ലാസ് കഴിയും. അപ്പം ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ അത് അടുത്ത ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച നിങ്ങൾക്ക് സ്റ്റഡി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പരീക്ഷയായിരിക്കും. ഓൺലൈനാണ് എക്സാമിനേഷൻ. ഓൺലൈൻ എക്സാമിനേഷന് ആൻസർ എഴുതി കഴിഞ്ഞിട്ട് അപ്പോഴും തന്നെ ഫോട്ടോ എടുത്ത് ഇതിൽ അയക്കണം. ഫോട്ടോ എടുത്തിട്ട് അതിൽ ആ നമ്പർ തരും. ആ നമ്പറിലേക്ക് അയക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അതിന് ആക്ച്വൽ ഇത് ചെയ്യുകയും വേണം. ആക്ച്വൽ ആയിട്ടുള്ള ആൻസർ ഷീറ്റ് പിന്നെ കൊറിയറായിട്ട് അയക്കണം. അതിൻ്റെ അഡ്രസ്സും തരും. അന്ന് തന്നെ മെയിൽ അയക്കേണ്ടി വരും. ആ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ ജ്യോതിഷ പണയത്തിലെ അവിടെ ശ്രീ TP ലാലുവായിട്ട് ഡയറക്ടറുമായിട്ട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം പറഞ്ഞുതരും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ടെക്നിക്കലായിട്ടുള്ള സംശയമൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാറേ. എല്ലാവരും പരീക്ഷയ്ക്ക് 85% കൂടുതൽ വാങ്ങിച്ചിരിക്കണം. പഠിച്ച എളുപ്പമാണ്. സാറിന്റെ കൂടെ ദയ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങും. തീർച്ചയായിട്ടും എന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ വേണം. എന്റെ ഗുരുവിന്റെ അനുഗ്രഹം മാത്രം പോലെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എഫേർട്ടൂടെ വേണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഓഫ് ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം.